ഗ്രന്ഥവേദിയിൽ ആരോഗ്യമേഖലയിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ടോപ്പിക് ഇന്ന് ആരോഗ്യമേഖലയിലെ വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ എന്നുള്ളതാണ്. നമ്മുടെ കൂടെയുള്ള പാനലിസ്റ്റുകൾ ഡോക്ടർ ജയകൃഷ്ണൻ ആൻഡ് ഡോക്ടർ റോഷൻ ബിജിലി. സത്യത്തിൽ ഇപ്പോഴും നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യേണ്ടി വരുന്നു എന്നുള്ളത് സത്യത്തിൽ വിഷമം തരുന്നൊരു കാര്യമാണ്. നമ്മൾ മലയാളികൾ എത്രത്തോളം അഭ്യസ്തവിദ്യരാണ്, അല്ലെങ്കിൽ എത്രത്തോളം കാര്യങ്ങളെപ്പറ്റി ബോധവാന്മാരാണ് എന്ന് പറയുമ്പോഴും ഇന്നും വൈദ്യശാസ്ത്ര രംഗത്ത് നമ്മൾ പലപ്പോഴും ആശ്രയിക്കുന്നത് വാട്സപ്പിലൂടെയും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് കിട്ടുന്ന പല അറിവുകളുമാണ്. ഞാൻ അറിവുകൾ എന്നുള്ളത് ഇൻവേർട്ടഡ് കോമയിൽ ഇടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു കാറ് വാങ്ങാൻ പോവുകയാണെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പേർട്ടിനോട് നമ്മൾ സംസാരിക്കാറുണ്ട്, നമ്മൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കാൻ പോകാറുണ്ട്. അങ്ങനെ പലതും ആലോചിച്ചിട്ടും പല ആളുകളുമായിട്ട്, അതായത് ആ മേഖലയിലെ എക്സ്പേർട്ടുകളുമായിട്ട് നമ്മൾ ആലോചിച്ചിട്ടാണ് ഒരു കാറ് വാങ്ങാൻ അല്ലെങ്കിൽ ഒരു മൊബൈൽ വാങ്ങാൻ, അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ കുഞ്ഞു കുഞ്ഞു ഡിസിഷൻസ് പോലും നമ്മൾ അങ്ങനെയാണ് എടുക്കാറുള്ളത്. പക്ഷേ ആരോഗ്യത്തിൻ്റെ കാര്യം വരുമ്പോൾ, അതായത് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വരുന്ന സമയത്ത് പലപ്പോഴും അതിൻ്റെ എക്സ്പേർട്ടുകൾ പറയുന്നത് അല്ലെങ്കിൽ അവരോട് കൂടി ആലോചിക്കാതെ ഇങ്ങനെ കിട്ടുന്ന പല വിവരങ്ങളുടെയും പുറകെ പോയി ആരോഗ്യം നശിപ്പിക്കുന്ന നല്ലൊരു ശതമാനം ആളുകൾ ഇന്നും നമുക്കിടയിലുണ്ട് എന്നുള്ളത് ഒരു സത്യസന്ധമായിട്ടുള്ള അല്ലെങ്കിൽ സങ്കടകരമായിട്ടുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അതുകൊണ്ട് കൂടിയാണ് ഇന്നിപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ ഇരുന്ന് ചർച്ച ചെയ്യുന്നത്. എനിക്ക് ആദ്യത്തെ ചോദ്യം ചോദിക്കാനുള്ളത് ഡോക്ടർ ജയകൃഷ്ണനോടാണ്. സർ, നമ്മളിപ്പോൾ തമാശയ്ക്കാണെങ്കിലും അല്ലെങ്കിൽ ട്രോളായിട്ടാണെങ്കിലും വാട്സപ്പ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുമ്പോഴും ഒരു പൊതുവിചാരം എന്ന് പറയുന്നത് പഠിപ്പും വിവരവും ഇല്ലാത്ത അല്ലെങ്കിൽ കൂടുതലായിട്ടുള്ള എഡ്യൂക്കേഷൻ കുറവുള്ള ആളുകളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾക്ക് ഇരയാവുന്നത് എന്നൊരു പൊതുവികാരം നമുക്കിടയിലുണ്ട്. പക്ഷേ അതിൻ്റേതായിട്ടുള്ള വസ്തുത അങ്ങനെയല്ല. അതായത് പഠിപ്പും വിവരവും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്ന നല്ല എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സമൂഹവും പലപ്പോഴും ഇത്തരത്തിലുള്ള വാർത്തകൾ വിശ്വസിക്കുകയും അത് പ്രചരിപ്പിക്കുകയും അല്ലെങ്കിൽ അവരുടെ ഫാമിലി ഗ്രൂപ്പുകളിലും മറ്റതിലൊക്കെ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇന്നും മഞ്ഞൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ ക്യാൻസറിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള മെസ്സേജുകൾ കിട്ടാത്ത ഒരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ ഫാമിലി ഗ്രൂപ്പോ നമുക്കിടയിൽ ഉണ്ടാവില്ല. അതുപോലെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നു ഇഞ്ചിയും വെളുത്തുള്ളിയും സമാസമം ചേർത്ത് കെട്ടിക്കഴിഞ്ഞാൽ മാറാതെയുള്ള നിങ്ങളുടെ മുട്ടുവേദന മാറും. ഇതൊക്കെ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ ഇന്നും പ്രചരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും ഇത് പ്രചരിപ്പിക്കുന്നത് നല്ല രീതിയിൽ പഠിപ്പും വിവരവും ഉണ്ട് എന്ന് നമ്മൾ പറയുന്ന എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഒരു സൈക്കോളജി? ഇതിൽ വിദ്യാഭ്യാസവും ഇതും തമ്മിലൊരു ബന്ധമുണ്ടോ? സൗമ്യയുടെ ചോദ്യത്തിന് 2-3 തലത്തിൽ ആൻസർ കണ്ടെത്തേണ്ടിയിരിക്കുന്നു. ഒന്ന്, ചോദ്യത്തിന് ഞാൻ അവസാനത്തെ ചോദ്യത്തിൻ്റെ ആ പാരഗ്രാഫിനെ ഒന്ന് ഞാൻ ഡിസെക്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. പഠിപ്പും വിദ്യാഭ്യാസമുള്ളവർ ഇങ്ങനെ നോക്കുന്നുള്ളത്. എനിക്ക് പറയാനുള്ളത്, നമ്മുടെ പഠിപ്പും വിദ്യാഭ്യാസവും നമ്മളുടെ ശാസ്ത്രബോധമായിട്ട് യാതൊരു ബന്ധവുമില്ല. നമ്മൾ പരീക്ഷ പാസ്സാകാനും ജോലിക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ പഠിക്കുന്നത്. ശാസ്ത്രബോധം ഉണ്ടാകുന്നില്ല. ഇനി സയൻസ് സബ്ജക്റ്റ് പഠിക്കുന്നവർക്ക് തന്നെ ഹെൽത്ത് ലിറ്ററസി ഉണ്ടാകണമെന്നില്ല, ആരോഗ്യ ലിറ്ററസി. അപ്പോൾ അത് തന്നെ ഡിറ്റാച്ച് ചെയ്ത് കിടക്കുകയാണ്. അപ്പോൾ വിദ്യാഭ്യാസമുള്ള സൊസൈറ്റിയിൽ തന്നെ ആയിക്കോട്ടെ, ഹെൽത്ത് ലിറ്ററസി ഇല്ലാത്തൊരു സൊസൈറ്റി, അത് ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത്, സൗമ്യ ആദ്യം തന്നെ പറഞ്ഞു, കാറ് വാങ്ങാൻ പോകുമ്പോൾ കാറിൻ്റെ മെക്കാനിക്കുമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വിദഗ്ധരായിട്ട് ആലോചിച്ചിട്ട് കാറ് വാങ്ങണം. ആരോഗ്യത്തിൽ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ളത് ഒന്ന്. പ്രത്യേകിച്ച് കേരളത്തിൽ എനിക്ക് പറയാനുള്ളത്, എന്തുകൊണ്ട് അങ്ങനെ ഞാൻ കാണുന്നത് വെച്ചാൽ, കേരളത്തിലെ സാമാന്യ ജനങ്ങൾക്ക് ഡോക്ടർമാരുടെ വിശ്വാസം വളരെ കുറഞ്ഞിരിക്കുകയാണ്. വൈദ്യശാസ്ത്രത്തിൽ ആ വിശ്വാസക്കുറവ്, അവർ ആ നോളജൊന്നും ചികിത്സിക്കുന്ന ഡോക്ടർ പറയുന്നത് അധികം വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ വേറെ സോഴ്സിലേക്ക് പോവുകയാണ്. വേറെ സോഴ്സിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ, ലോകത്തിലൊട്ടാകെ തന്നെ ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയാണ്, അറിവിൻ്റെ സോഴ്സ്. അതുണ്ട്. ഇതിനെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന 2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ലോകാരോഗ്യ സംഘടന കോവിഡ് പാൻഡമിക്കിൻ്റെ കാലത്ത് നമ്മളെല്ലാവരും അത് അതിജീവിച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയ പാൻഡമിക്കിൻ്റെ കാലത്ത് വലിയൊരു അനാലിസിസ് നടത്തിയിട്ട് പറയുകയുണ്ടായി, ഈ 2023 റിപ്പോർട്ട് ഒരു പുതിയ വേർഡ് ഉണ്ടാക്കേണ്ടായി. ആ വേർഡ് ഇൻഫോഡെമിക്കാണ്. പാൻഡമിക് എന്ന് പറയുന്നത് കോവിഡിൻ്റെ വ്യാപനം പോലെ തന്നെ ഇൻഫോഡെമിക് എന്ന് വെച്ചാൽ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്ന ഇൻഫർമേഷൻസ്, അതിനാണ് ഇൻഫോഡെമിക് എന്ന് പറയുന്നത്. പാൻഡമിക് എന്ന് പറഞ്ഞാൽ രോഗം ലോകത്തേച്ചം പകരുന്നത്. എപ്പിഡമിക് എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്ത് പകർച്ചവ്യാധി പകരുന്നത്. ഇൻഫോഡെമിക് എന്ന് പറഞ്ഞാൽ തെറ്റായ വിവരങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ച് ഒരു ലോകത്തേച്ചം പ്രചരിക്കുന്നത്. ആ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ഇൻഫോഡെമിക് ലോകത്തിൽ. രണ്ടാമത്, കഴിഞ്ഞ വർഷം 2024 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പുതിയൊരു പദം ഇറക്കുകയുണ്ടായി, ബ്രെയിൻ റോട്ട് എന്നുള്ള. ബ്രെയിൻ റോട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ട് സോഷ്യൽ മീഡിയയിൽ മുങ്ങിത്താണ് ഇങ്ങനെ പോയിട്ട് മദ്യത്തിൽ എന്ന പോലെ പോകുന്നതുകൊണ്ട് നമ്മൾ ബ്രെയിൻ റോട്ടായിരിക്കുന്ന സൊസൈറ്റി ഉണ്ട്. ഈ 2 കാര്യത്തിലാണ് നമ്മൾ ഇതിനെ ഡിസെക്റ്റ് ചെയ്യേണ്ടത്. ഇതിനെ തന്നെ നമ്മളൊരു സന്ദേശത്തിനെ കുറിച്ച് പറയുമ്പോൾ, ആരോഗ്യ സന്ദേശങ്ങൾ എന്ന് പറയുമ്പോൾ, നമ്മൾ
സെൻഡർ ഉണ്ട് ഒരു ഭാഗത്ത്. സെൻഡർ എന്ന് വെച്ചാൽ ഇത് കൊടുക്കുന്നവർ, മറ്റേ ദിവസം മെസ്സേജ് സ്വീകരിക്കുന്ന റിസീവർ. സെൻഡേഴ്സ് എന്ന് വെച്ചാൽ ആരോഗ്യ മെസ്സേജ് കൊടുക്കുന്നത് ഇപ്പോൾ പ്രധാനമായിട്ട് സോഷ്യൽ മീഡിയയിലുള്ളത് ഒന്നുള്ളത് സെലിബ്രിറ്റികളാണ്, രണ്ടാമതുള്ളത് നമ്മളെ കോൺസ്പിറസി തിയറി ഉള്ളവർ, ഗൂഢാലോചന സിദ്ധാന്തം, മൂന്നാമതുള്ളത് വ്യാജ മരുന്ന് കച്ചവടം ചെയ്യുന്നവർ. ഇപ്പോൾ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവേ എല്ലാവരും ഫോളോവേഴ്സ് ഉള്ളത് ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ നമ്മളെ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞ സെലിബ്രിറ്റീസ് ആരോഗ്യ ഈ വിഷയത്തിൽ വിദഗ്ധരായിരിക്കണമെന്നില്ല. അവർക്ക് കുറേ ഫോളോവേഴ്സ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അവരെപ്പോഴും അവർ വിടുന്ന സന്ദേശങ്ങൾ എപ്പോഴും ഗാലറിയിൽ കൈയടിക്ക് വേണ്ടിയിട്ടായിരിക്കും. ഇപ്പോൾ ഗാലറിയിൽ കൈയടി കിട്ടാൻ വേണ്ടി അവരെന്തും പറയും, ഇവരത് ഫോളോ ചെയ്ത് പോകും. അതുപോലെ തന്നെ ഗാലറിയുടെ കൈയടിക്ക് അനുസരിച്ചിട്ടാണ് ഇവർക്ക് യൂട്യൂബിലും മറ്റതൊക്കെ ഇതിലൊക്കെ കാശ് കിട്ടുന്നത്. അതുകൊണ്ട് ഇവർ പിടച്ചു വിടും. അപ്പോൾ അതിന് പിറകെ പോകുന്ന നോളജാണ് കൂടുതലുള്ളത്. കൂടുതൽ ആൾക്കാരെ ഉണ്ടാക്കുക ഫോളോവേഴ്സ് ഉള്ള ഒരു സെലിബ്രിറ്റി, അത് ആധികാരികമാണെന്നില്ല. രണ്ടാമത്തെ ഉള്ളത് കോൺസ്പിറസി തിയറിയാണ്. കോൺസ്പിറസി തിയറി പലപ്പോഴും ഉണ്ടാകുന്നത് പ്രകൃതി ചികിത്സ അല്ലെങ്കിൽ വ്യാജ ചികിത്സകരായിരിക്കും. അവർ പലപ്പോഴും ഈ മരുന്ന് എന്ന് വെച്ചാൽ മരുന്ന് ലോബിയാണിത്, ഡോക്ടർമാരുടെ ലോബി വെച്ചാൽ പൈസക്ക് ഉണ്ടാക്കുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു നറേഷൻസ് ഉണ്ടാക്കിയിട്ട് അതുകൊണ്ട് നമ്മൾ ഒറ്റമൂലികൾ വേണം, അല്ലെങ്കിൽ ആഹാരം കഴിച്ചാൽ മതി, അത് കഴിച്ചാൽ മതി, പണ്ടത്തെ ആളുകൾ ഇത് കഴിക്കണം എന്നുള്ള ഇതിലേക്ക് പോയിട്ട് അത് പലപ്പോഴും വ്യാജ വൈദ്യം കേരളത്തിൽ നന്നായിട്ടുണ്ട്. അതിൻ്റെ എക്സാമ്പിൾസ് ഒന്നും ഞാൻ പറയുന്നില്ല. മൂന്നാമതുള്ളതാണ് ചില കച്ചവട താല്പര്യങ്ങളുടെ അകത്ത്. കച്ചവട താല്പര്യങ്ങൾ വെച്ചാൽ പലപ്പോഴും ഇത് ഇറക്കി വിടുന്ന ആൾ ഏതെങ്കിലും മരുന്നിൻ്റെ ഏതെങ്കിലും നിർമ്മാതാക്കളോ പ്രൊഡക്റ്റ് വിതരണക്കാരോ ഏജൻറ്റോ ആയിരിക്കും. അതല്ലെങ്കിൽ അവർ വ്യാജമായിട്ടുള്ള ചില നമ്മൾ പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്, എന്നിട്ട് അതിൻ്റെ വ്യാജ തെളിവുകൾ വെച്ചിട്ട് അതാണെന്ന് വെച്ചാൽ പുറത്തേക്ക് വിടും. ഇങ്ങനെ 3 തരത്തിലാണ് ഇത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് സെൻട്രൽ സൈഡ് നോക്കിയാൽ. ഇനി നമ്മൾ റിസീവർ സൈഡ് നോക്കിയാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പൊതുജനം ഇപ്പോൾ വളരെ കുറവാണ്. ഫോളോവേഴ്സ് മാത്രമാണ് എന്തിൻ്റെ പിറകെ പോകുക എന്നുള്ളതാണ് പൊതുവേ ഉള്ളത്. ചിന്തയില്ല. വായിക്കുവാന്ന് വെച്ചാൽ കുറേ സമയം മെനക്കെടണം, നമ്മളെ കംപ്ലീറ്റ് ചിന്തിപ്പിക്കും, നമ്മൾ ഡിസെക്ട് ചെയ്യും, അനാലിസിസ് ചെയ്യും, ക്രിട്ടിക്കൽ തിങ്ക് ഉണ്ടാകും. വായന നമ്മൾ അപ്രത്യക്ഷമായിരിക്കുന്നത്. പിന്നീട് കേൾക്കുകയാണ്, കുഴപ്പമില്ല, കേട്ടാൽ ചിലപ്പം അതിൽ എളുപ്പമായിട്ട് വിഷ്വൽസ് ആണ് ഇപ്പോൾ ഉള്ളത്. നമ്മൾ റീൽസ് ഇതൊക്കെ കണ്ടാൽ പെട്ടെന്ന് നമ്മൾ അപ്പടി വാരി വിഴുങ്ങുവാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ജനസമൂഹത്തിൽ ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അതാണ് എനിക്ക് ഈ കാര്യത്തിനെക്കുറിച്ച് പറയാനുള്ളത്. എപ്പോഴും നമ്മൾ സമൂഹത്തിൽ ക്രിട്ടിക്കൽ തിങ്ക് വരുന്നോ, ശാസ്ത്രബോധം വരുന്നുവോ, അത്ര ആ കാലത്തോളം നമ്മൾ ഇതിൻ്റെ പിറകിൽ പോകുന്ന ഒരുതരം ഇൻഫോഡമിക്കൽ മുങ്ങി ലോകം പോകുന്ന ഒരവസ്ഥയിലായിരിക്കും ഉണ്ടായിരിക്കുക. ഇതാണ് എനിക്ക് പറയാനുള്ളത്. സാർ ഇപ്പോൾ സെലിബ്രിറ്റീസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, ഇപ്പോൾ ഏറ്റവും അവസാനം വന്ന അങ്ങനെയുള്ള ഒരു സെലിബ്രിറ്റി പ്രചരിപ്പിച്ച ഒരു ഫേക്ക് ന്യൂസ് എന്ന് പറയുന്നത് അദ്ദേഹം മനഃപൂർവ്വം പ്രചരിപ്പിച്ചതല്ല, നവജോത് സിംഗ് സിദ്ധു ആയിരുന്നു എന്ന് തോന്നുന്നു. ഭാര്യയുടെ ക്യാൻസർ മാറി എന്നുള്ള രീതിയിൽ ചില വ്യാജ വാർത്തകൾ വന്നിരുന്നു. അതുപോലെ തന്നെ അനുഷ്ക ശർമ്മ ആദ്യത്തെ പ്രഗ്നൻസിയുടെ സമയത്ത് ശീർഷാസനം ചെയ്തുകൊണ്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം വളരെയധികം വൈറലായി. കാര്യം ഇവിടെയുള്ള ഒരു അബദ്ധം എന്ന് പറയുന്നത് ഇവരെല്ലാവരും കോടിക്കണക്കിന് ആളുകൾ ഫോളോ ചെയ്യുന്ന ആളുകളാണ്. പക്ഷേ അവരുടേതല്ലാത്ത അവർക്ക് എക്സ്പെർട്ടീസ് ഇല്ലാത്ത ഒരു മേഖലയിലാണ് അവർ പലപ്പോഴും അഭിപ്രായങ്ങൾ പറയുന്നത്. അതിൽ പലപ്പോഴും അതായത് അവരുടെ ഇപ്പോൾ അനുഷ്ക നോക്കുകയാണെങ്കിൽ അവർ നല്ലൊരു നടിയാണ്, സിദ്ധു എന്ന് പറയുന്ന പണ്ടത്തെ ഒരു നല്ല സ്പോർട്സ്മാനാണ്. പക്ഷേ അവർ ആരോഗ്യരംഗത്തെ കാര്യങ്ങളിൽ ചില തെറ്റിദ്ധാരണകൾ പരത്തുമ്പോൾ അത് കൂടുതലായിട്ട്, അതായത് അവരെ ഫോളോ ചെയ്യുന്ന ആളുകൾ അത് അന്ധമായി ഫോളോ ചെയ്യുന്ന ഒരു അവസ്ഥ ഇപ്പോൾ നമ്മൾ റീസെൻ്റ്ലി കാണുന്നുണ്ട്. അപ്പോൾ സാർ പറഞ്ഞ സമയത്ത് ഞാനത് ആഡ് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്ത ചോദ്യം ഡോക്ടർ റോഷനോടാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നമ്മൾ കാണുന്ന റീസെൻ്റ്ലി എന്നല്ല കുറച്ച് കാലമായിട്ട് നമ്മുടെ പരസ്യങ്ങളിൽ പോലും പ്രകൃതിദത്തമായ മൂലികകൾ, അല്ലേ, നമ്മളൊരു സോപ്പാണെങ്കിൽ ശരി, ഇനിയിപ്പോൾ എഡിബിൾ ആയിട്ടുള്ള ഒരു എണ്ണയാണെങ്കിലും അങ്ങനെ എന്ത് സാധനം മാർക്കറ്റ് ചെയ്യാനും ഇന്ന് സുലഭമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് പ്രകൃതി. നമുക്കറിയാം, നമ്മൾക്ക് എല്ലാവർക്കും പ്രകൃതിയെ ഇഷ്ടമാണ്. നാച്ചുറൽ എന്ന് പറയുന്ന ഒരു വാക്കിനോട് ഇന്ന് കൂടുതൽ ആളുകൾക്കൊരു അഡിക്ഷൻ ഞാൻ കാണുന്നുണ്ട്. അതായത് കെമിക്കൽ എന്ന് പറയുന്ന അല്ലെങ്കിൽ രാസവസ്തു എന്ന് പറയുന്ന ഒരു വാക്കിനോടുള്ള അത്രയ്ക്ക് അതിനോടൊരു പേടി. കെമിക്കലാണ്, ഇത് രാസവസ്തുവാണ്. ഇവൻ നമ്മുടെ മരുന്നുകൾ പോലും ഇപ്പോൾ ബാക്കി ഓൾട്ടർനേറ്റീവ് മെഡിസിൻ ആളുകൾ പറയുന്നത് മോഡേൺ മെഡിസിൻ എല്ലാം കെമിക്കലാണ്, അതിലെല്ലാം രാസവസ്തുക്കളാണ്, മരുന്നെല്ലാം കെമിക്കലാണ്, ഞങ്ങളുടെ നാച്ചുറലാണ്, ഇതെല്ലാം പ്രകൃതിദത്തമാണ്. അപ്പോൾ ഈ പ്രകൃതിദത്തം, നാച്ചുറൽ എന്ന് പറയുന്ന ഒരു വാക്കിനോട് മലയാളിക്ക് വല്ലാത്ത ഒരു തരം അഡിക്ഷനും, അതുപോലെ കെമിക്കൽ അല്ലെങ്കിൽ രാസവസ്തു എന്ന് പറയുന്ന കാര്യത്തിനോട് അനാവശ്യമായിട്ടുള്ളൊരു പേടിയും നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാം രാസവസ്തുക്കളാണ്, എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് എലിമെൻസും മൂലികകളും കൊണ്ടാണ്. അപ്പോൾ ഈ മൂലകങ്ങൾ എന്ന് പറയുന്ന ബേസിക് കാര്യങ്ങൾ കൊണ്ടാണ്. അപ്പോൾ നമ്മൾ പറയുന്ന വെളിച്ചെണ്ണ, ഇപ്പോൾ ഒരു വെളിച്ചെണ്ണയുടെ ആഡിലും നമ്മൾ കേൾക്കുന്നത് ഇത് പ്രകൃതിദത്തമാണ് എന്നാണ്. പക്ഷേ വെളിച്ചെണ്ണയും ഉണ്ടാക്കിയിരിക്കുന്നത് പലതരം രാസവസ്തുക്കൾ കൊണ്ടാണ്. അപ്പോൾ അതെങ്ങനെയാണ് പൊതുജനങ്ങളെ ആ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മുടെ മാർക്കറ്റിംഗ് തന്ത്രം ആയിരിക്കാം, പക്ഷേ അത് എത്രത്തോളം ആളുകളെ ബാധിക്കുന്നുണ്ട്? തീർച്ചയായിട്ടും ആ ഒരു പ്രകൃതിദത്തം എന്ന ആ ഒരു കോട്ടിനകത്ത് വരുന്നതിന് സ്വാഭാവികമായും നമുക്ക് അതിനോട് ഇതെനിക്ക് സേഫ് ആണെന്നും മറ്റേത് സേഫ് അല്ല
എന്നും തോന്നുന്ന രീതിയിലുള്ള ഒരു നെറേറ്റീവ് സൃഷ്ടിക്കപ്പെടുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള കച്ചവട താല്പര്യങ്ങളും ഒക്കെ ആയിട്ട് അത് ഉണ്ടാക്കപ്പെടുന്നുണ്ട്. പക്ഷേ ബേസിക്കലി ഈ പറഞ്ഞ പോലെ എല്ലാം കെമിക്കൽസ് ആണല്ലോ. നമ്മളെല്ലാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ നമ്മൾ പീരിയോഡിക് ടേബിളിൽ പഠിച്ച കാർബൺ കോമ്പൗണ്ട്സ് ചേർത്തിട്ടാക്കിയതാണ് നമ്മളെല്ലാം, നമുക്ക് ചുറ്റുമുള്ള എല്ലാ ഇതിപ്പം അപ്പം മരുന്നുകളായാൽ തന്നെ ഇപ്പം മോഡേൺ മെഡിസിൻ്റെ മരുന്നുകൾ സത്യത്തിൽ അതിൻ്റെ ഒരു ശാസ്ത്രീയത, നമുക്ക് നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു ശാസ്ത്രീയ അവബോധം വ്യക്തമായിട്ടും പൊതുജനങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളാത്തതിൻ്റെ ഒരു വിഷയം കൂടിയാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരാൻ കാരണം. കാരണം ഒരു മരുന്ന് ഇപ്പം മോഡേൺ മെഡിസിനിലാണെങ്കിൽ ഒരു മരുന്ന് ഉപയോഗപ്പെടുത്തുന്നതിന് മുന്നേ ഫേസ് 1, ഫേസ് 2, ഫേസ് 3 ട്രയലുകൾ, അതുപോലെ ഹ്യൂമൻ ട്രയൽ തുടങ്ങിയിട്ടുള്ള വളരെ ഇന്നത്തെ ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾ നടത്തുകയും അതിൻ്റെ നിലവിൽ നമ്മുടെ അറിവ് വെച്ചിട്ട് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ഉൾക്കൊണ്ട് അത് എത്ര മാത്രം ഉപയോഗപ്രദമാണ് അല്ലെങ്കിൽ അതിൻ്റെ സൈഡ് ഇഫക്റ്റ് പ്രൊഫൈൽ എന്താണെന്നെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ശാസ്ത്രീയമായാണ് ഒരു മരുന്ന് ഒരു നമ്മുടെ സമൂഹത്തിലേക്ക് അത് അംഗീകരിക്കപ്പെട്ട FDA അപ്രൂവലൊക്കെ ലഭിച്ചു വരുന്നത്. അപ്പോൾ പക്ഷേ നമ്മൾ ചരിത്രം പരിശോധിക്കുകയാണെങ്കിലൊക്കെ ഒരുവിധം എല്ലാ മരുന്നുകളുടെയും ഒറിജിൻ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ പ്രകൃതിദത്തമായ ഇതെന്ന് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഡിജോക്സിൻ, ഡിജിറ്റാലിസ് എന്നൊക്കെ പറഞ്ഞ ഹൃദയത്തിന് ഉപയോഗിക്കുന്ന, ഹൃദയാരോഗ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രധാന മരുന്ന്, അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് അതിൻ്റെ ചരിത്രത്തിൽ തന്നെ എങ്ങനെയാണ് ഒരു ഡോക്ടർ ഒരു ആഫ്രിക്കൻ ലേഡി അവർ ഒരു പച്ചമരുന്ന് കൊടുക്കുന്നതെന്ന് കാര്യമായിട്ടുള്ള ഹൃദ്രോഗം മാറുന്നതായിട്ട് കണ്ടു. അങ്ങനെ ആ പച്ചമരുന്നിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾസ് തേടി പോയിട്ടാണ് അത് ഇന്നതാണെന്ന് കണ്ടത്. അതുപോലെ നമ്മൾ ഒരുപാട് അത്തരം ഉദാഹരണങ്ങളുണ്ട്. ഏതാണ്ട് എല്ലാം തന്നെ ഇത്തരത്തിൽ വരുന്നതാണ്. അപ്പോൾ സത്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് അത്തരം മരുന്നുകൾ ഇപ്പോൾ നമ്മുടെ ആയുർവേദത്തിലാവട്ടെ അല്ലെങ്കിൽ മറ്റതിൽ പറയുന്ന അതിനെ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് പഠിച്ച് അതിൽ ഉപയോഗപ്രദമായിട്ടുള്ള മോഡേൺ മെഡിസിന് അനുസൃതമായി നിൽക്കുന്ന അല്ലെങ്കിൽ ശാസ്ത്രീയമായി എന്താണോ ശരിയെന്നുള്ളത് അതിനെ അതിൻ്റെ ആക്റ്റീവ് പ്രിൻസിപ്പിൾ ഐസൊലേറ്റ് ചെയ്തെടുത്ത് ഉപയോഗത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അല്ലാതെ ഇപ്പോൾ ഇതിൽ തന്നെ ഇപ്പോൾ പ്രകൃതിദത്തം ഞങ്ങളുടെ തന്നെ ഇപ്പോൾ പഠിക്കുന്ന കാലത്ത്, ഞാൻ മെഡിക്കൽ കോളേജ് പഠിക്കുന്ന കാലത്തുള്ളൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് കുറച്ച് പേർക്ക് റീനൽ ഒരേപോലത്തെ സിംറ്റംസ് ആയിട്ട് റീനൽ തോന്നുന്നു. BK ശശിധരൻ സാർ നമ്മുടെ മെഡിസിനിലെ സാർ അപ്പോൾ ഒരു സ്റ്റഡി ആയിട്ട് നടത്തുമ്പോൾ അവിടെ നിന്നുള്ള ഏതോ ഒരു ഇത്തരത്തിലുള്ള പച്ചമരുന്ന് കഴിച്ചാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കെമിക്കൽ അനാലിസിസ് നടത്തുമ്പോൾ അതിനകത്ത് മെർക്കുറിയുടെ കമ്പണൻ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കൊടുത്ത വൈദ്യൻ അത് വേണം വെച്ച് കൊടുത്താവണമെന്നില്ല, അത് പ്രകൃതിദത്തമായ ചേരുവയിൽ കൊടുത്തൊരു സാധനമാണ്. പക്ഷേ അതിനകത്ത് അതിൻ്റെ കമ്പണൻ്റ് അത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റിൽ ഇതേപോലത്തെ സിംറ്റമായിട്ട് ഒരു പ്രദേശത്ത് നിന്ന് കുറച്ച് കൂടുതൽ ആളുകൾ വന്നപ്പോഴാണ് അന്ന് അത് അങ്ങനെ നോക്കിയത്. അപ്പോൾ അവരൊക്കെ ചെയ്യുന്ന തെറ്റാണെന്നോ അങ്ങനെയല്ല, പക്ഷേ ഇത് ശാസ്ത്രീയമായിട്ട് ഏതാണ് എന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ ഇപ്പോൾ മോഡേൺ മെഡിസിനിലുള്ള അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇതിനെ കെമിക്കൽ ആയതുകൊണ്ട് മാറ്റി നിർത്തുകയും നാച്ചുറലായിട്ട് പ്രകൃതിദത്തമായിട്ടുള്ളതെല്ലാം വളരെ സേഫാണെന്ന് പറയുന്നതും ഒരിക്കലും ആ നിലയിൽ ആക്സെപ്റ്റബിൾ അല്ല. നമുക്ക് തന്നെ അറിയുന്നതാണ്. ഇപ്പോൾ റീസെൻ്റ്ലി നിങ്ങൾ എല്ലാവരും വായിച്ചിട്ടുണ്ടായിരിക്കും, അരളിപ്പൂവ് കഴിച്ചിട്ട് കുറച്ച് മരണങ്ങൾ നമുക്കിടയിൽ ഉണ്ടായി. അതുപോലെ തന്നെ നമുക്കറിയാം ഒതളങ്ങ എന്ന് പറയുന്നത് അത് പോയ്സണസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമുക്കറിയുന്ന കാര്യം ഇപ്പോൾ ഇരുമ്പാമ്പുളി, ഒരു റീസെൻ്റ്ലി എത്രയോ സ്റ്റഡീസ് നടന്നതാണ്. ഇരുമ്പാമ്പുളി കൂടുതലായിട്ട് കഴിച്ച് ആളുകൾക്ക് റീനൽ ഫെയിലിയറിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മുടെ പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന സംഗതികളാണ് ഇതൊക്കെ. പക്ഷേ പ്രകൃതിദത്തമാണ് എന്ന് പറഞ്ഞ് അതൊരു പരിധിക്ക് കൂടുതൽ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിലുള്ള പല രാസവസ്തുക്കളും നമുക്ക് പല രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കും. പ്രകൃതിദത്തം തന്നെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ കഞ്ചാവും കഞ്ചാവും പ്രകൃതിദത്തമാണല്ലോ. അതെ, അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ അനാവശ്യമായിട്ടുള്ള രാസവസ്തു, ഈ കെമിക്കൽ എന്ന് പറയുന്ന ഒരു വാക്കിനോട് അനാവശ്യമായിട്ടുള്ള പേടിയുടെ ആവശ്യമില്ല. പിന്നെ എല്ലാവരും പറയുന്ന പോലെ, ഞാനൊരു കുട്ടികളുടെ ഡോക്ടർ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്ഥിരം കേൾക്കുന്ന ഒരു പ്രശ്നമാണ്, ഒരു പാരസെറ്റമോൾ കൊടുത്താൽ പോലും അച്ഛനമ്മമാർക്ക് പേടിയാണ്. നമ്മളോട് ആദ്യം ചോദിക്കുക, ഡോക്ടറെ ഇത് നമുക്ക് ഇത്ര ഡോസിൽ കൊടുക്കാൻ പറ്റുമോ, ഇത് ലിവറിന് പ്രശ്നം ഉണ്ടാക്കില്ലേ, ഇത് കിഡ്നിക്ക് പ്രശ്നം ഉണ്ടാക്കില്ലേ. അപ്പോൾ പലപ്പോഴും ഈ വേറെ പല വിഭാഗങ്ങളും ഈ ഒരു പേടിയെ മുതലെടുക്കുന്നുണ്ട്. ബേസിക്കലി അവർ പറയുന്നത് നമ്മുടെ മരുന്നുകളെല്ലാം, മോഡേൺ മെഡിസിൻ മരുന്നുകളെല്ലാം സൈഡ് ഇഫക്റ്റ് ഉള്ളതാണ്, ഞങ്ങളുടെ മരുന്നുകൾക്ക് സൈഡ് ഇഫക്റ്റ് ഇല്ല. അപ്പോൾ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, നമുക്ക് ന്യൂട്ടൻ്റെ ചലന നിയമം മാത്രം മതി ഇതിനൊരു ഉത്തരമായിട്ട്. കാരണം അങ്ങോട്ടൊരു പ്രവർത്തനം ഉണ്ടെങ്കിൽ അതിനൊരു പ്രതിപ്രവർത്തനം ഉണ്ട്. അപ്പോൾ സൈഡ് എഫക്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, എഫക്റ്റും ഇല്ല, അത്രയേ ഉള്ളൂ. എഫക്റ്റ് ഉണ്ടെങ്കിൽ അതിന് സൈഡ് എഫക്റ്റും ഉണ്ടായിരിക്കും. പക്ഷേ നമ്മുടെ മോഡേൺ മെഡിസിനിലെ മരുന്നുകൾ ഇത്രത്തോളം സ്ക്രൂട്ടിനിക്ക് വിധേയമാകുന്നതിൻ്റെ കാരണം ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ അത് ഇത്രത്തോളം കൂടുതൽ സ്റ്റഡീഡ് ആയതുകൊണ്ടാണ്. കാരണം ഒരു മരുന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പാരസെറ്റമോൾ ആയാലും എത്ര ചെറിയ മരുന്നുകളാണെങ്കിലും അതൊന്ന് നെറ്റിൽ അടിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മുഴുവൻ ജാതകം നമുക്ക് നെറ്റിൽ കിട്ടും. അതെന്തുകൊണ്ടാണ്? ആ മരുന്ന് അത്രത്തോളം പഠന വിധേയമായതുകൊണ്ടും അതെല്ലാം ട്രാൻസ്പെറൻ്റ് ആയിട്ട് പൊതുജന മധ്യത്തിൽ വെക്കപ്പെടുന്നത് കൊണ്ടുമാണ്. പക്ഷേ ഇതേ സമയം നിങ്ങൾ വേറെ ഇപ്പോൾ വല്ല ചൂർണമോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഗതികൾ, ഇതെന്താണ് ഇതിൻ്റെ കണ്ടൻറ്റ് എന്ന് പോലും ആരും അന്വേഷിക്കുന്നില്ല.
കണ്ടന്റ് പോലും അറിയാതെ നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ എഫക്റ്റും സൈഡ് എഫക്റ്റുകളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ശാസ്ത്രീയമായ പഠനങ്ങളിലൂടെ പോയ കാര്യങ്ങളിൽ മാത്രം വിശ്വസിക്കുക. അതാണ് ഡോക്ടർ പറഞ്ഞ പോലെ ആ ഒരു സയൻറ്റിഫിക് ടെമ്പർ നമ്മൾ നിലനിർത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് നമുക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം. JK സർ, നമുക്ക് ഇപ്പോൾ സാറ് കുറച്ച് മുമ്പ് പറഞ്ഞല്ലോ പഠിപ്പും വിവരവും എന്ന് നമ്മൾ സാധാരണ മനുഷ്യൻ്റെ ഇതിൽ പറയുന്നത് അതിന് ശാസ്ത്രീയതയുമായിട്ട് പലപ്പോഴും ബന്ധമില്ല. കാരണം പഠിപ്പ് വേറെയാണ്, ശാസ്ത്രീയമായിട്ടുള്ള സയൻറ്റിഫിക് ടെമ്പർ വേറെയാണ്. പക്ഷേ നമ്മൾ ആക്ഷേപിക്കാറുണ്ട്. അതായത് ഇപ്പോൾ ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസുകൾ പ്രചരിപ്പിക്കുന്നത് പലപ്പോഴും ഇങ്ങനെയുള്ള ക്വാക്സ് ആണ്, അല്ലെങ്കിൽ കപട വൈദ്യന്മാരാണ്. പക്ഷേ ചെറിയൊരു വസ്തുത, അല്ലെങ്കിൽ നമുക്കത് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തൊരു വസ്തുത എന്ന് പറയുന്നത് പലപ്പോഴും ശാസ്ത്രീയമായിട്ടുള്ള ബാക്കപ്പ് ഉള്ളവരും, അതായത് സയൻറ്റിഫിക് ടെമ്പർ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന സംഗതികൾ ഉള്ളവരും പലപ്പോഴും ഇങ്ങനെയുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റികളായിട്ട് മാറുന്നത് നമ്മൾ കാണാറുണ്ട്. നമ്മൾ അതൊക്കെ പലപ്പോഴും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു എന്താണ് താങ്കളുടെ എക്സ്പീരിയൻസ്? അതായത് എപ്പോഴും നമുക്ക് ഒരേ ഭാഗത്തെ മാത്രം കുറ്റപ്പെടുത്താൻ സാധിക്കുമോ? നമ്മുടെ സൈഡിൽ നിൽക്കുന്ന ശാസ്ത്രീയമായ കാര്യങ്ങൾ സംസാരിക്കേണ്ട ആളുകളും ഒരു പരിധിവരെ ഇതിന് കാരണക്കാരാവുന്നുണ്ടോ? ഒന്ന് പറയുന്നത്, ഞാൻ ഒരു മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാണ്. ഞാൻ പ്രൊഫസറായത് അതിനുള്ള വിദ്യാഭ്യാസം ചെയ്തിട്ടും ഓരോ കൊല്ലം ട്രെയിനിങ് നടത്തിയിട്ട് പ്രൊമോട്ട് ചെയ്താണ് പ്രൊഫസറായിട്ടുള്ളത്. വിവരം അസസ് ചെയ്യുന്നുണ്ട്. വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസറോട് വിവരം ആരും അസസ് ചെയ്യുന്നില്ല. സെൽഫ് അവരോധിക്കപ്പെടുകയാണ് അവർ, വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസേഴ്സ്. ഒന്ന് പറയാനുള്ളത്, നേരത്തെ പറഞ്ഞ അനുഷ്കയെ ചേർത്ത് പറഞ്ഞാൽ, അനുഷ്ക സെലിബ്രിറ്റി ആയതുകൊണ്ടും ഭർത്താവ് വിരാട് കോഹ്ലി ആയതുകൊണ്ടും അവർ ഗർഭകാലത്ത് തലകുത്തി നിന്ന് ശീർഷാസനം ചെയ്തപ്പോൾ പല ആളും ഇമിറ്റേറ്റ് ചെയ്തു. അത് ആരോഗ്യത്തിന് നല്ലതാണല്ലേ. കേരളത്തിൽ തന്നെ കീർത്തി സുരേഷ് അങ്ങനെ ഇട്ടിട്ടുണ്ട്, എനിക്കൊന്ന് സിനിമാ നടി അമല പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ദുരന്തം എന്താ വെച്ചാൽ ഗർഭിണികൾ കൂടുതൽ രക്തം പോകേണ്ട വയറ്റിലേക്കാണ്. ഈ തലയിൽ രക്തവും ചിലപ്പോൾ തലയിൽ രക്തക്കുഴലിന് പല കുഴപ്പമുണ്ടായാൽ, ബലൂണ് പോലെ വീർത്തിട്ടോ ജർമ്മന ഉണ്ടെങ്കിൽ അത് പൊട്ടി മരിക്കാൻ സാധ്യതയുണ്ട്. കഴുത്തിൽ സെർവിക്കൽ സ്പോണ്ടൈലോസ് ഉണ്ടെങ്കിൽ അത് ഒടിയാൻ സാധ്യതയുണ്ട്. ഇതൊന്നും മനസ്സിലാക്കാത്ത പല ആളും അത് ഇമിറ്റേറ്റ് ചെയ്തു. അവിടെയുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ സെൽഫ് എക്ലെയിംഡ് ആയിട്ടുള്ള പ്രൊഫസേഴ്സാണ് ഒന്ന്. പിന്നെ ഒരു പ്രത്യേകതയുള്ളത്, സോഷ്യൽ മീഡിയയിൽ നമ്മൾ സ്വന്തം പബ്ലിഷ് ചെയ്യുകയാണ്. നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്യുകയാണ്. റോഷൻ പജലി മുമ്പ് ഇന്ത്യ വിഷനിൽ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ഡോക്ടർ. അപ്പോൾ നമ്മുടെയൊക്കെ ഒന്ന് ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പല ആളോടും ചോദിച്ചിട്ട് എഡിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ റിലേ ചെയ്യുന്നുണ്ടായാൽ. ഇപ്പോൾ തന്നെ നമ്മളൊരു ആർട്ടിക്കിൾ അയച്ചിട്ടുണ്ടെങ്കിൽ മാതൃഭൂമി ആയിക്കോട്ടെ, കലാകൗമുദി ആയിക്കോട്ടെ, DC ബുക്സ് ആണെങ്കിലും എഡിറ്റ് ചെയ്ത് സത്യം അറിഞ്ഞിട്ടാണ് പുറത്തേക്ക് വരുന്നത്. സയൻസിൽ നേരത്തെ പറഞ്ഞ പോലെ പരീക്ഷണങ്ങളും സയൻറ്റിഫിക് ജേണലിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിയർ റിവ്യൂ എന്ന് പറയും. കുറേ വിദഗ്ധർക്ക് അയച്ചു കൊടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വീണ്ടും റീറൈറ്റ് ചെയ്തിട്ടാണ് ഒരു ലേഖനം വിവരമായിട്ട് പുറത്തു വരുന്നത്. സോഷ്യൽ മീഡിയയിൽ അങ്ങനെയല്ല. അതാദ്യത്തെ കാര്യം. അത് പോട്ടെ. ഇനി വിവരങ്ങളുടെ കാര്യം പറയാം. വിവരമുള്ള കാര്യമൊന്നും നമ്മൾ വിചാരിക്കുന്ന അയാൾ ഡോക്ടറാണ്, അയാൾ MD ഉണ്ട്, PhD ഉണ്ട്, ഇത് വിവരമാണ് വിവരിക്കുന്നത്. അതുകൊണ്ട് വിവരം ഉണ്ടാകണമെന്ന് പലപ്പോഴും ഉണ്ടാകണമെന്നില്ല. ഒരു ഉദാഹരണം കേൾക്കാം. പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിൽ ഇടപെടുന്നതൊക്കെ കൂടുതൽ ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യുക എന്നുള്ളൊരു ആഗ്രഹമാണ് ഉണ്ടാവുക. അത് കൂടുതൽ ആൾ നേരത്തെ പറഞ്ഞ പോലെ വാരി വിഴുങ്ങുകയും ചെയ്യും. ഒരു ഉദാഹരണം പറയാം. 2025 ആദ്യം തന്നെ എല്ലാ പ്രിന്റ് മീഡിയ, സോഷ്യൽ മീഡിയ, വിഷ്വൽ മീഡിയയിലൊക്കെ വന്നു. ചൈനയിൽ പുതിയൊരു പാൻഡമിക് വന്നിരിക്കുന്നു, ഹ്യൂമൻ മെറ്റാന്യൂമോ വൈറസ്. അതങ്ങനെയാണ്, ആശുപത്രികൾ നിറഞ്ഞു കവിയുകയാണ്. പിന്നെ അടുത്ത് ഇങ്ങോട്ട് വരും, എല്ലാവരും മാസ്ക് ഇട്ട് ധരിക്കണം, ഹോസ്പിറ്റലിൽ കൈ കഴുകണം, പാൻഡമിക് രണ്ടാമത് പോകുന്നു. എല്ലാവരും കെട്ടിപ്പുറപ്പെട്ട കുറേ ഡോക്ടർമാർ ഇതറിഞ്ഞ് പിറ്റേ ദിവസം തന്നെ സോഷ്യൽ മീഡിയയിൽ വിട്ടു. അപ്പോൾ എന്നോട് ഒരു പ്രമുഖ ഒരു പത്രത്തിൽ നിന്ന് വിളിച്ചു ചോദിച്ചിരുന്നു, ലേഖനം എഴുതരുന്നു. ഞാൻ പറഞ്ഞു പറ്റില്ല, ലേഖനം എഴുതേണ്ട ആവശ്യമില്ല. ഇത് സാധാരണ 100 കണക്കിന് ജലദോഷം ഉണ്ടാക്കുന്ന വൈറസുകളിൽ ഒരു വൈറസാണ്. ഇത് മുമ്പേ നമ്മൾക്ക് അറിയാവുന്ന വൈറസാണ്. മുമ്പ് ഇത് കണ്ടുപിടിക്കാൻ ടെസ്റ്റ് ചെയ്യാൻ സൗകര്യമില്ല. 5 ദിവസം കഴിഞ്ഞപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് കണ്ടുപിടിച്ചു, 2ാമത്തെ ദിവസം മധ്യപ്രദേശിൽ നിന്ന് കണ്ടുപിടിച്ചു. ഇങ്ങനെ പേപ്പറിൽ വന്നു. ഇത് മുമ്പേയുള്ള വൈറസാണ്. 2001 ഇത് ആദ്യമായിട്ട് ഫീൻലൈനിൽ വെച്ചിട്ട് ഐസൊലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്നത്. അന്നേരമാണ് പൊതുവായിട്ട് അറിയുന്നത്, കണ്ടുപിടിക്കപ്പെടുന്നത്. അതിന് മുമ്പേ ഉണ്ട്. ഇത് 10-50 കൊല്ലം മുമ്പേയുള്ള ഒരു ജലദോഷ വൈറസ് ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. അത് ചൈനയിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നൊരു പാൻഡമിക് അങ്ങനെ ഉണ്ടായി. അതോടുകൂടി ആൾക്കാർ, കുറേ ഡോക്ടർമാർ അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. നിങ്ങൾ മുൻകരുതൽ എടുക്കണം, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് പ്രചരിച്ചു. അത് ഡോക്ടേഴ്സ് ഉണ്ടാക്കിയ, അല്ല ഈ പറഞ്ഞ പോലെ സൗമ്യ പറഞ്ഞ പോലെ വിദഗ്ധരുണ്ടാക്കിയ വേറൊരു സോഷ്യൽ മീഡിയ ഒരു മിസ്ഇൻഫോർമേഷനാണ്. പിന്നെയുള്ളത് കഴിഞ്ഞ ആഴ്ചയാണെന്ന് തോന്നുന്നു, പ്രമുഖ പത്രങ്ങളിലൊക്കെ കണ്ടു, പിന്നെ ഫാറ്റി ഭക്ഷണം, രാത്രി ഫാറ്റി ഫുഡ് കഴിച്ചാൽ നിങ്ങൾ മരണപ്പെടാം, ഹാർട്ട് അറ്റാക്ക് കൊണ്ട് മരണപ്പെടാൻ ഭയങ്കര സാധ്യത കൂടുതലുണ്ട്. ഈ പഠനം കൊണ്ട് തെളിയിച്ചിട്ടുണ്ട്. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 39 വയസ്സിൽ താഴെ രാത്രി പെട്ടെന്ന് മരണപ്പെട്ട അസ്വാഭാവിക മരണത്തിനുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, അനലൈസ് ചെയ്തിട്ട് റിപ്പോർട്ടുണ്ട്. 31 പേരുടെ മരണം, 39 വയസ്സിന് താഴെയുള്ള 31 പേര് മരിച്ചതാണ്. അവരെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അവരെ വയറ്റുന്ന ആമാശയത്തുനിന്ന് ഇറച്ചിയും എണ്ണയും കലർന്ന പലഹാരങ്ങൾ കിട്ടി. അതുകൊണ്ട് ഇറച്ചിയും എണ്ണയും കടന്ന പലഹാരം രാത്രി കഴിച്ചാൽ നിങ്ങൾ രാത്രി മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അതിൻ്റെ അകത്ത് പത്ര റിപ്പോർട്ടുള്ളത്. ഇങ്ങനെ കണ്ടതുകൊണ്ട് രാത്രി മലപ്പുറത്തുള്ള ആരും മരിച്ചു കഴിഞ്ഞാൽ വയറ് തുറന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാനുള്ള എണ്ണ പലഹാരം കിട്ടും. നമ്മൾ ആര് നോക്കിയാൽ 8 മണി കഴിഞ്ഞിട്ടല്ല രാത്രി ഭക്ഷണം കഴിക്കുന്നത്.
അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്താ ചത്തത് കീചകനാണെങ്കിൽ കൊന്നത് ഭീമൻ എന്ന് പറയും പോലെ സയൻറ്റിഫിക് റിപ്പോർട്ട് പലതും വരുന്നുണ്ട്. അത് വിശ്വസിക്കാതിരിക്കുക, അവരും ചെയ്യുന്നുണ്ട്. വേറൊന്ന് പറയാനുള്ള, റഷ്യയിൽ ക്യാൻസർ വാക്സിൻ, ഇനി നമുക്ക് ക്യാൻസറിനെ പഠിക്കാനേ ഇല്ല. റഷ്യയിലെ ഗമാലിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ക്യാൻസർ വാക്സിൻ കണ്ടുപിടിച്ചുകൊണ്ട് പല സ്ഥലത്തും വാട്സാപ്പിലുണ്ട്, അതിൻ്റെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ടുണ്ട്. അത് റഷ്യയിൽ പോലും അവർ ഗമാലിയ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊരു പ്രസ് റിലീസ് മാത്രമാണ്, ഒരു സയൻറ്റിഫിക് ജേർണലിലും അത് പുറത്തു വന്നിട്ടില്ല. നമ്മുടെ മോഡേൺ സയൻസിൽ ഒരു സയൻറ്റിഫിക് ഫാക്ട് പുറത്തു വരണമെങ്കിൽ പിയർ റിവ്യൂഡ് ആയിട്ടുള്ള ഒരു ജേർണലിൽ വന്ന് പബ്ലിഷ് ചെയ്ത് അത് പുറത്തു വന്നാൽ മാത്രമേ ലോകം അംഗീകരിക്കുന്നുള്ളൂ, സത്യമാകുന്നുള്ളൂ. അത് ഇതുവരെ പബ്ലിഷ് ചെയ്തിട്ടില്ല. പിന്നെ ക്യാൻസർ തന്നെ പലതരത്തിലുണ്ട്, പലതരത്തിലുള്ള ക്യാൻസർ ഉണ്ട്. ഏത് ക്യാൻസറാണ്? ഓരോ ക്യാൻസർ ഉണ്ടാക്കുന്ന രോഗത്തിലെ കാരണങ്ങൾ വേറെയാണ്. ഓരോ ക്യാൻസർ വെവ്വേറെ ക്യാൻസർ ഉണ്ടാക്കണം. ഇപ്പോൾ ക്യാൻസറിന് 2 വാക്സിനാണ് എൻ്റെ അറിവിലുള്ളത് ക്യാൻസർ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ളത്. ഒന്ന് കരളിലുണ്ടാക്കുന്ന ഹെപ്പറ്റൈറ്റിസ് ബി മൂലം ഉണ്ടാകുന്ന ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിൻ ഇന്ത്യയിൽ അവൈലബിൾ ആണ്. വേറെ ഒന്നുള്ളത് സ്ത്രീകളിലുണ്ടാകുന്ന ഗർഭാശയ ക്യാൻസറിനുള്ള ക്യാൻസർ പ്രതിരോധിക്കാനുള്ള ഹ്യൂമൻ പാപ്പിലോ വൈറസിനെതിരായിട്ടുള്ള വാക്സിൻസും അവൈലബിൾ ആണ്. ഈ 2 വാക്സിൻസാണ് ശാസ്ത്രം അംഗീകരിച്ചിട്ടുള്ളൂ. അപ്പോൾ ക്യാൻസർ പേടിക്കേണ്ട, ഇനി വാക്സിൻ വന്നുകൊണ്ട് പ്രചരണം ഉണ്ടായി. അപ്പോൾ ഇങ്ങനെ 2 ഭാഗത്തും നടക്കുന്നുണ്ട്. പിന്നെ വെറും വാക്സിൻ വ്യാജ ചികിത്സ നടത്തുന്നവരുടെ ഭാഗത്തുനിന്ന് മാത്രമല്ല, മോഡേൺ മെഡിസിനുള്ള ഭാഗത്തും നടത്തുന്നുണ്ട്. അത് കണ്ടറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും തെറ്റാണെന്ന് കണ്ടെത്തി വിവേചനത്തോടെ മുന്നോട്ട് പോകാൻ ലോകത്തിനെ പഠിപ്പിക്കേണ്ടിയിരിക്കുന്നു. സാർ, മെറ്റാന്യൂമോ വൈറസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഒരു വാർത്ത വന്ന സമയത്ത് ചൈനയിലുള്ള നമ്മുടെ കുറച്ച് ഫ്രണ്ട്സിനെ വിളിച്ചിട്ട്, ഇപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു വാർത്ത കേൾക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കണം എന്നുള്ളത് അവിടെ ജീവിക്കുന്ന ആൾക്കാരോട് ചോദിക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ അവരെനിക്ക് കുറച്ച് വീഡിയോസ് അയച്ചു തന്നു. ചൈന ആ സമയത്ത് അവരുടെ ന്യൂ ഇയർ ടൈം, അതായത് അവർക്ക് ജനുവരി 1 ന്യൂ ഇയർ, അവരുടെ ജനുവരി വേറെ ഏതൊരു 26 അങ്ങനെ ഏതൊരു ദിവസമാണ്. അപ്പോൾ ചൈനയിൽ എല്ലാവരും ആ ന്യൂ ഇയർ സെലിബ്രേഷന് വേണ്ടിയിട്ട് എല്ലാവരും അതിന് റെഡിയാവാണ്. അവിടെ എല്ലായിടത്തും മാർക്കറ്റുകൾ വളരെ സജീവമാണ്, അതിലൊക്കെ ധാരാളം ആളുകൾ. അപ്പോൾ അവർ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇവിടെയൊക്കെ ആക്ച്വലി ഞങ്ങളോടൊക്കെ കേരളത്തിലൊക്കെ മാസ്ക് ഉപയോഗിക്കാനൊക്കെയുള്ള നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറഞ്ഞു എന്തായാലും ചൈനയിൽ ഞങ്ങൾക്ക് മാസ്ക് ഉപയോഗിക്കാൻ ആരും പറഞ്ഞിട്ടില്ല, ഞങ്ങളിപ്പോൾ ആശുപത്രിയിൽ പോകുമ്പോൾ പോലും മാസ്ക് ഉപയോഗിച്ചിട്ടല്ല പോകുന്നത്. ഞങ്ങൾ ഈ ഒരു വിവരം അറിഞ്ഞത് തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് കുറച്ച് പേരൊക്കെ ഇതിൻ്റെ ന്യൂസ് അയച്ചു തന്നപ്പോഴാണ്. ഒന്ന് ആലോചിച്ച് നോക്കണേ, ചൈനയിൽ ജീവിക്കുന്ന നമ്മുടെ മലയാളികൾ ഈ വിവരം അറിയുന്നത് നമ്മൾ നാട്ടിൽ നിന്ന് ചൈനയിൽ ഇങ്ങനെ ഒരു വൈറസ് വന്ന് അവിടെ വലിയ പ്രശ്നമാണ് എന്ന് ഇവിടെ നിന്നുള്ള വാട്സാപ്പ് മെസ്സേജുകൾ പോകുമ്പോഴാണ് ചൈനയിലുള്ള ആളുകൾ ഇത് അറിയുന്നത്. അപ്പം ഞാൻ അവരുടെ ആ ഒരു വീഡിയോ ഞാൻ എൻ്റെ പേജിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതാണിപ്പോൾ ലോകത്തിൻ്റെ അവസ്ഥ. കാരണം നമ്മൾ ഒരു ഫാക്ട് ചെക്കും ഇല്ലാതെ പല കാര്യങ്ങളും അന്ധമായി വിശ്വസിക്കുന്നുണ്ട്. ഇനി എനിക്ക് ഡോക്ടർ റോഷനോട് ചോദിക്കാനുള്ള ഒരു കാര്യം, താങ്കൾ മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടൊക്കെ ധാരാളം ആ ഒരു ഏരിയയിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡോക്ടറാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് വൈദ്യശാസ്ത്ര രംഗത്ത് കുറച്ചൊന്ന് ഡാമേജ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മേഖലയാണ് സിനിമ. അതിൽ തന്നെ മെൻ്റൽ ഡിസീസസിനെ പറ്റിയിട്ട് അധികം ഒരു സിനിമ മാത്രം പറഞ്ഞാൽ നമുക്ക് പറ്റില്ല. ഞാനിപ്പോൾ ഞാനൊരു ഉദാഹരണം പറയുകയാണ്. ലാസ്റ്റ് ഞാൻ കണ്ട സിനിമയാണ് എന്തായിരുന്നു, ആനന്ദ് ശ്രീബാല. അങ്ങനെ ഒരു സിനിമയില്ലേ, നമ്മുടെ ആനന്ദ് ശ്രീബാല എന്ന് പറഞ്ഞിട്ടൊരു ഫിലിം വന്നിട്ടുണ്ടായിരുന്നില്ലേ, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നോ? യെസ്. അപ്പോൾ അതിൽ ഒരു ക്രൈം ത്രില്ലറാണ്, ഒരു മരണവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പോലീസ് നടത്തുന്ന അന്വേഷണമാണ് അതിൻ്റെ കാര്യം. അതിൽ അവരെ പറഞ്ഞിരിക്കുന്ന മരുന്ന് റിസ്പെരിഡോൺ എന്ന് പറയുന്ന ഒരു മരുന്ന്, അതാണ് ഒരു സ്ത്രീയെ കൊല്ലാൻ വേണ്ടിയിട്ട് അതിലെ കൊലപാതകി ഉപയോഗിച്ച മരുന്ന് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് എൻ്റെ ധാരാളം സുഹൃത്തുക്കൾ ഫേസ്ബുക്കിലൊക്കെ സൈക്യാട്രിസ്റ്റുമാരായിട്ടുള്ള ഡോക്ടർമാർ പോസ്റ്റ് ഇട്ടു. അതായത് കഷ്ടമാണ് നിങ്ങൾ ഈ ചെയ്യുന്നത്. അല്ലെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിൽ മെൻ്റൽ ഡിസീസ് അല്ലെങ്കിൽ മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഇപ്പോഴും വലിയൊരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അതായത് പനിയും ചുമയും പോലെ മനുഷ്യന് മനസ്സിലുണ്ടാവുന്ന ഒരു ചെറിയ അസുഖമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളാണ് ഇത് എന്ന് ഇപ്പോഴും നമ്മൾ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. ഇന്നും നമുക്ക് സൈക്യാട്രിസ്റ്റ് പ്രാന്തിൻ്റെ ഡോക്ടറാണ്, അല്ലേ? സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾക്ക് പ്രാന്താണ് എന്നാണ് നമ്മളിൽ നല്ലൊരു ശതമാനവും വിശ്വസിക്കുന്നത്. ആ ഒരു സ്റ്റിഗ്മ നിലനിൽക്കുന്ന ഈ കാലത്ത് റിസ്പെരിഡോൺ എന്ന് പറയുന്നത് സൈക്യാട്രിസ്റ്റുകൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന, വലിയ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാതെ അവർ വളരെ സേഫായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഡ്രഗാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നാളെ ഒരു സൈക്യാട്രിസ്റ്റ് ഒരു രോഗിക്ക് ഈ ഒരു മരുന്ന് കൊടുക്കുന്ന സമയത്ത് ഈ സിനിമ കണ്ട രോഗിയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അധികവും ചിലപ്പോൾ ആ ഡോക്ടർക്ക് പിറ്റേ ദിവസം അടി കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സിനിമകൾ ഈ രംഗത്തുണ്ടാക്കുന്ന ഒരു ഡാമേജ്, പ്രത്യേകിച്ച് മെൻ്റൽ ഇൽനെസ് ആ ഒരു രംഗത്തുണ്ടാക്കുന്ന ഒരു സിനിമ ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എന്താണ് ഡോക്ടറുടെ ഒരു എക്സ്പീരിയൻസ്? തീർച്ചയായിട്ടും അത് പറയാം. സിനിമയുടെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു വിഷയമാണത്. പക്ഷെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയുടെ അതിനെ കൂടെ ജസ്റ്റ് ഒന്ന് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മളൊരു ചൊല്ലുണ്ടല്ലോ, അതായത് സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും കള്ളം ഒരു റൗണ്ട് ഭൂമി ചുറ്റി വന്നിരിക്കും എന്ന് പറയുമല്ലോ. അപ്പം ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നതിൻ്റെ ഒരു വലിയ പ്രശ്നം അതാണ്. ഇപ്പോൾ എം ടി സാറ് വടക്കൻ വീരഗാഥയുടെ തിരക്കഥയുടെ ആമുഖത്തിൽ അദ്ദേഹം എഴുതിയിട്ടുണ്ടായിരുന്നു, നമ്മൾ വടക്കം പാട്ടുകളൊക്കെ ഈ ഒരു ബേസ് ഇതിൽ നിന്നുകൊണ്ട് പിന്നെ
ഈ ഗായകരുടെ, ഈ വടക്കംപാട്ട് ഗായകരുടെ തലമുറകൾ ഇങ്ങനെ വരുമ്പം അവരുടെ ക്രിയേറ്റിവിറ്റിയും അവരുടെ ചിന്തകളും അവരുടെ കാര്യങ്ങളൊക്കെ ഇതിൽ ആഡ് ഓൺ ചെയ്തിട്ട് ഇതിൽ ഒരുപാട് ഡിസ്റ്റോഷൻസ് സംഭവിക്കും. എന്നതുപോലെ സത്യത്തിൽ ഈ തലമുറ ഓഫ് ഇതിങ്ങനെ സ്പ്രെഡ് ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അപ്പോൾ അവരുടെ തോന്നലുകൾ, അവരുടെ ചിന്തകളെല്ലാം ഇതിനകത്ത് കയറിയിട്ട് ഇതിൽ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് സത്യത്തിൽ ഇപ്പോൾ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിലൊക്കെ വരുന്ന വാർത്തകൾ. ഇപ്പോൾ മേ ബി ലോകാരോഗ്യ സംഘടനയുടെ 2 or 3 നിർദ്ദേശം ഉണ്ടാവും. അതുകൂടുമ്പോൾ എനിക്ക് എന്നാൽ ഈ 2 എൻ്റെ ഐഡിയയും കൂടെ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിലൊന്നും എവിടെയും റെസ്ട്രിക്ഷൻസ് ഇല്ലല്ലോ. നേരത്തെ സാറ് പറഞ്ഞ പോലെ ഒരു സയൻറ്റിഫിക് ജേണലിൽ ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിൾ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള പ്രക്രിയകളുണ്ട്, ഇവാലുവേഷൻ പ്രക്രിയകളുണ്ട്. അതിൻ്റെ ശാസ്ത്രീയത എല്ലാ തലങ്ങളിലും ഉറപ്പുവരുത്തി പിയർ റിവ്യൂ ഉൾപ്പെടെ നടത്തിയതിന് ശേഷം മാത്രമാണ് ഒരു ക്വാളിറ്റി സയൻറ്റിഫിക് ജേണലിൽ ഒരു സയൻറ്റിഫിക് പബ്ലിക്കേഷൻ വരുള്ളൂ. പക്ഷേ അതുപോലും അത്രയും നിശിതമായ സ്ക്രൂട്ടണിക്ക് വിധേയമാണ്. പക്ഷേ ഇവിടെ പൊതുജനങ്ങളെ സ്വാധീനിക്കുന്ന ഒരുപാട് ഇൻഫർമേഷൻസ് യാതൊരു വിധത്തിൽ അതിൻ്റെ ഒതൻറ്റിസിറ്റി എന്താണെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കൺഫ്യൂസ്ഡ് ആക്കുന്ന തരത്തിലുള്ള അത് മിസ്ഇൻഫർമേഷനുമുണ്ട്, ഡിസ്ഇൻഫർമേഷനുമുണ്ട്. മിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ തെറ്റായ അതാവാം, അല്ലെങ്കിൽ പൂർണ്ണമായും സത്യമല്ലാത്തതാവാം. ഡിസ്ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ബോധപൂർവമായി ഇത്തരത്തിലുള്ള മിസ്ഇൻഫർമേഷൻസ് സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ്. അപ്പോൾ അതിൽ തന്നെ നമ്മുടെ കുറേ കോഗ്നിറ്റീവ് പ്രോസസ്സസ് ഉണ്ട്. അതിന് നമ്മൾ കൺഫർമേഷൻ ബയാസ്, ഇക്കോ ചേംബർ ഇഫക്റ്റ് എന്നൊക്കെ പറയും. അതായത് ഇപ്പോൾ നമുക്ക് ചില ആശയങ്ങളുണ്ട്, ആ ആശയങ്ങൾ ഇപ്പോൾ എൻ്റെ അസുഖത്തെക്കുറിച്ച് അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് എന്തോ ആവട്ടെ, ആ ആശയങ്ങളെ ഷെയർ ചെയ്യുന്ന തരത്തിലുള്ള ഇൻഫർമേഷൻസ് ഈ കോടിക്കണക്കിനായ വാട്സാപ്പ് സാധനങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ കണ്ടോ എൻ്റെ ഹൈപ്പോത്തിസിസ് ശരിയാണ് എന്ന് പ്രൂവ് ചെയ്യുന്ന, അപ്പോൾ അതിനെ മാത്രം ഞാൻ കൂടുതൽ എടുക്കുക. അപ്പോൾ ശരിയാണ്, ഇത്ര ആളുകൾ ഇങ്ങനെ പറയുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു കൺഫർമേഷൻ ബയാസ്. അതുപോലെ തന്നെയാണ് ഇക്കോ ചേംബർ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഇക്കോ ചെയ്ത് കേൾക്കുന്ന പോലെ നമ്മുടെ ചിന്തകൾ എന്താണോ അതിനെ ഇപ്പോൾ നമുക്കൊരു കൃത്യമായ ശാസ്ത്രീയമായ ഇൻസൈറ്റ് ഇല്ലാതെ ഒരു വിഷയത്തെ നമ്മൾ സമീപിക്കുമ്പോൾ അതും അതിനകത്ത് ചില ആളുകളുടെ പേഴ്സണൽ എക്സ്പീരിയൻസ്, അപ്പോൾ മറ്റേയാളും അങ്ങനെ പറഞ്ഞു, അപ്പോൾ ഇതിനകത്ത് ഇങ്ങനെ കണ്ടല്ലോ, അപ്പോൾ ഇതാണ് ശരി. അത് പക്ഷേ യാഥാർത്ഥ്യത്തിൽ നിന്ന് എത്രയോ അകലത്തിലായിരിക്കും. നമ്മളൊരു വിഷയത്തിൽ എക്സ്പേർട്ട് അല്ല എങ്കിൽ, പ്രത്യേകിച്ച് ഒരു ആരോഗ്യ കാര്യത്തിൽ നമ്മൾ കൃത്യമായ എക്സ്പേർട്സിനെ വിശ്വസിക്കേണ്ടതായിട്ടുണ്ട്. ഇൻഫർമേഷൻസ് ആണെങ്കിൽ ഏറ്റവും റിലയബിൾ സോഴ്സിൽ നിന്നുള്ളത് മാത്രമേ നമുക്ക് സ്വീകരിക്കാൻ പാടുള്ളൂ എന്ന വ്യക്തമായൊരു ബോധ്യത്തോടെ അല്ലാതെ നമ്മൾ ഇത്രയും ഇൻഫർമേഷൻസിനെ സമീപിക്കുകയാണെങ്കിൽ വളരെ കാറ്റസ്ട്രോഫിക് ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് അതിൽ ഉണ്ടാവുക. ഞാൻ അതിലേക്ക് അധികം തീർക്കുന്നില്ല. എന്നോട് ചോദിച്ച ചോദ്യത്തിലേക്ക്, സിനിമയും മാനസിക രോഗങ്ങളെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു ടോപ്പിക്കാണ്. അതിൽ വളരെ ക്ലാസിക്കലായിട്ട് മാനസിക രോഗങ്ങളെ ഡെപിക്റ്റ് ചെയ്തിട്ടുള്ള ഇൻ്റർനാഷണൽ മൂവീസൊക്കെ ഉണ്ട്. ഇപ്പോൾ ബ്യൂട്ടിഫുൾ മൈൻഡ് എന്ന് പറയുന്ന പടം റസൽ ക്രോവ് അദ്ദേഹം അഭിനയിച്ച് ജോൺ നാഷ് എന്ന് പറയുന്ന അതിപ്രഗത്ഭനായ മാത്തമാറ്റീഷ്യൻ, അദ്ദേഹം സ്കിസോഫ്രീനിയ കൊണ്ട് ജീവിച്ച് നോബൽ പ്രൈസ് വരെ നേടിയിട്ടുള്ള മഹാനായ ഒരു വ്യക്തിത്വമാണ്. റസൽ ക്രോവിന് ഐ തിങ്ക് അതിനകത്ത് ആക്ടിങ്ങിനുള്ള ഓസ്കാർ അവാർഡ് വരെ ലഭിക്കേണ്ടതെന്നാണ് തോന്നുന്നത്. റോൺ ഹോവാർഡ് ഡയറക്റ്റ് ചെയ്ത മൂവി, അതൊരു ക്ലാസിക്കൽ മൂവിയാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഭൂതക്കണ്ണാടി എന്ന് പറയുന്ന ലോഹിതാസ് സാറിൻ്റെ പടം എടുക്കുകയാണെങ്കിൽ അത് ക്ലാസിക് ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഒരു സ്കിസോഫ്രീനിക്കിൻ്റെ ലൈഫിൻ്റെ. പക്ഷേ അത് പലപ്പോഴും നമുക്കത് മനസ്സിലാവുന്ന അപ്പുറത്തെ അർത്ഥതലത്തിലാണ്. തനിയാവർത്തനം എഗെയിൻ ഒരു ക്ലാസിക്കൽ മൂവിയാണ്. എങ്ങനെയാണ് സോഷ്യൽ സ്റ്റിഗ്മ നമ്മുടെ ഒരാളെ ഭ്രാന്തനാക്കി മാറ്റുന്നതിനുള്ള ടെക്സ്റ്റ് ബുക്കാണ്. അതേസമയം നേരത്തെ സൂചിപ്പിച്ച പോലെ തീർത്തും തെറ്റായ ഇൻഫർമേഷൻസ് നൽകുന്ന ഒരുപാട് ഇത്തരത്തിലുള്ള ചിത്രങ്ങളുണ്ട്. ഇപ്പോൾ ഒരു സിനിമയിൽ കണ്ടു, മമ്മൂട്ടി അദ്ദേഹം തന്നെയാണ് തോന്നുന്നു, എക്സ്റേ എടുത്ത് നോക്കിയിട്ട് ഭാഗ്യം ബ്രെയിനിന് തകരാറൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഒരു എക്സ്റേ എടുത്ത് നോക്കിയാൽ ബ്രെയിനകത്ത് ഒന്നും കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ എന്താ വെച്ചാൽ അത് മൂവി മേക്കേഴ്സ് അത്തരം കാര്യങ്ങളിൽ ഒരു പ്രിസിഷനും ഇല്ലാതെ എന്തെങ്കിലുമൊക്കെ പടച്ചുവിടുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അതിലും അപകടകരമാണ് ഇപ്പോൾ റിസ്പെർഡോൺ. ഏറ്റവും സേഫായിട്ട് ഉപയോഗിക്കപ്പെടുന്ന ആൻറ്റിസൈക്കോട്ടിക് മരുന്നാണത്. സ്കിസോഫ്രീനിയ തുടങ്ങിയ എല്ലാത്തരം സൈക്കോട്ടിക് രോഗങ്ങൾക്കുമുള്ള വളരെ സേഫായിട്ട് ഉപയോഗിക്കുന്ന പാർശ്വഫലങ്ങളൊക്കെ എത്രയോ കുറവായിട്ടുള്ള, പണ്ട് കാലത്തെ ഹാലോപെട്രോളും ക്ലോപ്രോമസിനും ഒക്കെ ആ യുഗത്തിൽ നിന്നൊക്കെ എത്രയോ മാറി വളരെ സ്പെസിഫിക് ആയിട്ടുള്ള, കാരണം മാനസിക രോഗങ്ങളും മറ്റേത് രോഗവും എന്നതുപോലെ അതിന് അതിൻ്റേതായ ബയോളജിക്കൽ ബേസിസ് ഉണ്ടെന്ന്. ഇപ്പോൾ നമ്മൾ സാധാരണ പറയുമല്ലോ, വിഷാദ രോഗം വരുന്നത് ഒരു പ്രേമനൈരാശ്യം കൊണ്ടാണ്, പരീക്ഷയെ തോറ്റുകൊണ്ടാണെന്ന്. അങ്ങനെയാണെങ്കിൽ ഇതൊന്നും ഇല്ലാത്ത ആരാ ലോകത്തുണ്ടാവുക? അപ്പോൾ അവർക്ക് എല്ലാവർക്കും അങ്ങ് ഡിപ്രഷൻ വരുമല്ലോ. അതൊരു മൾട്ടി ഫാക്ടോറിയലാണ്. ബേസിക്കലി അതിൻ്റെ ബ്രെയിനിലെ ന്യൂറോ കെമിക്കൽ തലത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇത്തരം രോഗങ്ങൾ ഉണ്ടാക്കുന്നത്. ആ രോഗങ്ങൾക്ക് ചികിത്സ ആവശ്യമുള്ളതിൽ ചികിത്സ ആവശ്യമാണ്. ഇപ്പോൾ ഡിപ്രഷന് കൃത്യമായിട്ട് എപ്പോഴാണ് ആൻറ്റി ഡിപ്രസൻറ്റ് ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ളതെന്നുള്ള കൃത്യമായ അൽഗോരിതം ഉണ്ട്. അതിനനുസരിച്ച് ചെയ്തിരിക്കുക തന്നെ വേണം. അതേപോലെ ഇപ്പോൾ ആൻറ്റിസൈക്കോട്ടിക് മരുന്ന് വളരെ സേഫായിട്ട് ആ കണ്ടീഷനിൽ അത് നിർബന്ധമായി നൽകിയില്ലെങ്കിൽ അത് രോഗിയുടെയും ബന്ധുക്കളുടെയും ജീവിതത്തിന് ആപത്തായിട്ട് വരുന്നു. പക്ഷേ അവിടെയാണ് ഇപ്പോൾ ആ റിസ്പെർഡോൺ ഒരു കൊല ചെയ്യാൻ ഉപയോഗിക്കാവുന്ന ഒരു സിമ്പിൾ മരുന്നാണ് എന്നൊരു മെസ്സേജ് ഒരു ഫിലിമിലൂടെ നൽകുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഡാമേജ് വളരെ വലുതാണ്. അതുപോലെ ഒരുപാട് വളരെ നമുക്കിപ്പോൾ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ECT, അത് ഒന്നിലെ അതിഭീകരത കാണിക്കാനും അതല്ലെങ്കിൽ കോമഡി കാണിക്കാനും ഒക്കെയാണ് ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി ECT ഷോക്ക് ചികിത്സ ഉപയോഗിക്കുക.
ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഇതൊക്കെ കഴിഞ്ഞിട്ട് പുകയൊക്കെ പോയിട്ടില്ലേ, മുടിയൊക്കെ ഇങ്ങനെ സ്പ്രിങ് പോലെ നിന്നിട്ട് ആളുകൾ ECT കഴിഞ്ഞ് ഇറങ്ങി വരുന്ന തമാശയായിട്ട് ചിത്രീകരിക്കും. എന്നിട്ട് അതിൽ പറയും കറണ്ട് ബില്ല് വരുമ്പോൾ അറിയാമെന്നൊക്കെ ഏതോ ക്യാരക്ടർ പറയുന്നുണ്ട് തമാശയായിട്ട്. മറ്റൊന്നിൽ ഭയങ്കര ക്രൂരനായ സോമൻ മറ്റേ നായകൻ മോഹൻലാലിനെ ഈ ഇലക്ട്രോ കൺവൾസീവ് തെറാപ്പി കൊടുത്തിട്ട് അങ്ങോട്ട് നശിപ്പിച്ചിട്ടിരുന്നത്. അതൊന്നുമല്ല, വളരെ സയൻറ്റിഫിക്കലി ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള എപ്പോഴൊക്കെയാണ് ഇത് കൊടുക്കേണ്ടത്. ഇപ്പം ഡിപ്രഷൻ വിത്ത് സൂയിസൈഡൽ ഐഡിയേഷൻസ്, അതുപോലെ കാറ്റട്ടോണിയ എന്ന് പറയുന്ന പ്രത്യേകമായ അവസ്ഥ, അത് മരുന്ന് കൊടുത്ത് റെസ്പോണ്ട് ചെയ്യാത്ത അവസ്ഥ, ഇങ്ങനെ കൃത്യമായ രോഗാവസ്ഥകളിൽ ഏറ്റവും സേഫാണ് ഇപ്പോഴും. അതിൻ്റെ ഇൻഡിക്കേഷൻ ഇപ്പോൾ വളരെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് എ വെരി സേഫ് പ്രൊസീജിയർ. പക്ഷേ നമ്മൾ സിനിമയിലൂടെയൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു പിക്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ളൊരു പിക്ചറാണ്. അത് പലപ്പോഴും മൂവി മേക്കേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഒരു കൺസൾട്ടേഷൻ ഇപ്പോൾ പലപ്പോഴും അത് നമ്മൾ മെഡിക്കൽ ഇതിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ ഇതിനകത്ത് പലതിലും കണ്ടിട്ടും ഒരു ഡെഡ് ബോഡി കണ്ടാൽ ഉടനെ എല്ലാവരും കൂടെ തൊപ്പി ഒരു കഷത്ത് വെച്ചിട്ട് ഇങ്ങനെ സങ്കടത്തോടെ നോക്കും. അങ്ങനെ ഒരു പരിപാടി പോലീസിനില്ല. ഡെഡ് ബോഡിയെ തൊപ്പി ഊരിയിട്ടല്ല അത്ര അവർ റെസ്പെക്ട് ചെയ്യുക. പക്ഷേ അത് നമ്മൾ കണ്ടുപിടിഞ്ഞു. അതുപോലെ ഈ ജഡ്ജി ഇങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഓർഡർ 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 എന്നടിക്കും. അങ്ങനെ ഒരു പരിപാടിയൊന്നും ഇവിടുത്തെ ഒരു കോടതിയിലുമില്ല. ഇതൊക്കെ നമ്മൾ സിനിമകളിലൂടെ കിട്ടുന്നത്. അതുപോലെ ഓപ്പറേഷൻ തിയേറ്റർ രംഗങ്ങളൊക്കെ കാണിക്കുന്നതിലൊക്കെ ആണെങ്കിൽ വളരെ ബേസിക് ആയിട്ടുള്ള മെഡിക്കൽ ഇതിൽ നിന്ന് എത്രയോ മാറിയിട്ടാണ്. അതിനകത്ത് എസെപ്റ്റിക് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്, ഗ്ലൗ ഇടുന്നതിന് രീതിയുണ്ട്, സർജറി ചെയ്യുന്നതിന് രീതിയുണ്ട്. അതിനിടയിൽ കൂടെ സർജറി ചെയ്യുന്നതിന് ഇടയിൽ കൂടെ ഒന്നും കണ്ണ് തുടച്ച് സങ്കടം വന്നിട്ട് പിന്നെ ഒന്നും സർജറി ചെയ്യില്ല. അവിടെ സെപ്സിസ് അടിച്ച് പേഷ്യൻ്റ് ഡെത്തായി പോകും. പക്ഷെ അപ്പോൾ അത്രയൊക്കെ വളരെ ചെറിയ സട്ടിൽ കാര്യങ്ങളെപ്പോലും വളരെ ഡിസ്റ്റോർട്ടഡ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ഒരു ശാസ്ത്രീയ അവബോധം വളരെ ആവശ്യമാണ്. അത് മൂവി മേക്കേഴ്സൊക്കെ, ചോദ്യം അതായതുകൊണ്ട് ഞാൻ സ്പെസിഫിക്കലി പറയണം, അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മൂവി മേക്കേഴ്സ് പലരും പറഞ്ഞത് കേൾക്കാറുണ്ട്. അതായത് അവർ പല കഥാപാത്രങ്ങളെ, പ്രത്യേകിച്ച് ആക്ടേഴ്സൊക്കെ കഥാപാത്രങ്ങളെ പഠിക്കാൻ വേണ്ടി മാസങ്ങളോളം വർഷങ്ങളോളം അങ്ങനെയുള്ള ആളുകളുമായിട്ട് ജീവിച്ചു, അല്ലെങ്കിൽ അവരുടെ കൂടെ അവരെ നിരീക്ഷിച്ചു. ഞാൻ പറയുന്നത് ഇങ്ങനെയുള്ള മെഡിക്കൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന സിനിമ ഉള്ള ആളുകൾ, അതായത് അത് ഡയറക്റ്റ് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ തിരക്കഥാകൃത്തുകളോ, അവരൊരു 10 മിനിറ്റ് ഇതൊന്ന് ഫാക്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയുന്ന ഒരു ഡോക്ടറെ വിളിച്ച് ഈ പറയുന്ന കാര്യങ്ങൾ, ഇപ്പോൾ ഒരു മെൻ്റൽ ഇൽനെസ്സിനെ പറ്റിയിട്ടാണ് നമ്മുടെ സിനിമ എന്ന് ഉണ്ടെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റിനെ ഒന്ന് വിളിച്ച് കൺസൾട്ട് ചെയ്ത് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ, അല്ലെങ്കിൽ ഇത് ഞങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു തെറ്റിദ്ധാരണയാണോ ഒന്ന് കൺഫേം ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളാണ് ആക്ച്വലി ഫിലിംസിലൊക്കെ ഉള്ളൂ. ഡോക്ടർ, ഇനി എനിക്ക് ഡോക്ടർ ജയകൃഷ്ണനോടാണ് ചോദിക്കാനുള്ളത്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ഈ പല വിശ്വാസങ്ങളും, ഇപ്പോൾ നമുക്കിടയിൽ ധാരാളം അന്ധവിശ്വാസങ്ങളുണ്ട്, അതുമാത്രമല്ല റിലീജിയസ് ആയിട്ടുള്ള പല വിശ്വാസങ്ങളുണ്ട്. ഇപ്പോൾ കോവിഡ് വന്ന സമയത്ത് നമ്മൾ കേട്ടതാണ്, അതിൽ സത്യമുണ്ടോ ഇല്ലേ എന്നുള്ളത് വേറെ കാര്യം. നമ്മൾ കോവിഡിൻ്റെ സമയത്താണ് ക്വാറന്റൈൻ എന്ന് പറയുന്ന ഒരു വാക്ക്, അല്ലേ, 15 ദിവസം നമ്മൾ ക്വാറന്റൈൻ ഇരിക്കുക. അപ്പോൾ പലരും പറഞ്ഞു, കണ്ടില്ലേ നമ്മുടെ പല മതാചാര പ്രകാരവും നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പുല ആചരിക്കുക എന്ന് പറയുന്നത് നമുക്കിടയിലുള്ള ഒരു ആചാരമാണ്. പുല നമ്മൾ 15 ദിവസം 2 ആഴ്ചയാണ് പുല ആചരിക്കാറുള്ളത്. അതുപോലെ മരിച്ചു കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ കയറി വരുമ്പോൾ കുളിച്ച് വസ്ത്രം പുറത്തഴിച്ചിട്ട് കുളിച്ചിട്ടേണ് കയറാൻ പാടൂ എന്നുള്ളത് നമ്മുടെ പിതാമഹന്മാർ, നമ്മുടെ കാരണവന്മാരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആചരിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും, അതായത് 1 2 അല്ല, അതിനങ്ങ് കംപ്ലീറ്റ്, അതായത് നമ്മുടെ എല്ലാ ആചാര വിശ്വാസങ്ങൾക്കും സയൻറ്റിഫിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ശാസ്ത്രീയമായിട്ടുള്ള ഒരു അടിത്തറയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിനെയൊന്നും പുച്ഛിക്കേണ്ട കാര്യമില്ല എന്നുള്ള ഒരു വലിയ ശക്തമായിട്ടുള്ളൊരു വാദം ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കോവിഡിൻ്റെ സമയത്ത് ക്വാറന്റൈൻ്റെ ബന്ധപ്പെട്ടിട്ടാണ് അത് വന്നത്. അപ്പോൾ ഡോക്ടറുടെ ഒരു അഭിപ്രായം എന്താണ്? അതായത് നമ്മുടെ വിശ്വാസങ്ങളും ശാസ്ത്രീയതയുമായിട്ട് നമുക്ക് കൂട്ടിയോജിപ്പിക്കാൻ സാധിക്കുമോ? സൗമ്യയുടെ ചോദ്യം ഈ കാലത്ത് ഭയങ്കരമായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇന്നത്തെ കാലത്ത് നമ്മൾ ലോകത്തിൻ്റെ നോക്കിയാൽ തന്നെ ഗ്ലോബ് നോർത്തേൺ പോൾ നോക്കിയാൽ ഭൂമി വലത്തോട്ട് ചെരിയുകയാണ്. ഭൂമിയിൽ തന്നെ എല്ലാ ജനങ്ങളുടെയും പൊളിറ്റിക്കൽ തോട്ട്സ് വലത്തോട്ട് ചെരിയുമ്പോൾ ഇതുപോലുള്ള പഴയ വിശ്വാസങ്ങൾ തിരിച്ചു വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണം കൂടെ ഇത് പറയാനുണ്ട്. അപ്പോൾ ഈ നമ്മളിവിടെ ക്രിട്ടിക്കൽ തിങ്കിങ് എന്നുള്ള പാർട്ട് വളരെ കുറയാൻ സാധ്യതയുണ്ട്. അതിപ്പോൾ അമേരിക്കയിൽ കാണുന്നുണ്ട്. ഇനി മുതൽ 2 ജനറേഷനേ ഉള്ളൂ. അതുപോലെ ലോകം തേച്ചും അങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് നമ്മളുള്ളത്. ആ ഗ്ലോബിലാണ് ഇരുന്നുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ കടൽ തീരത്ത് വെച്ച് ഇത് സംസാരിക്കുന്നത്. ഈ സമയത്ത് തന്നെയാണ് നമ്മുടെ എന്താണോ പുരാണങ്ങൾ മുഴുവൻ ഹിസ്റ്ററിയായി മാറുന്നുണ്ട്. നമ്മുടെ ആചാരങ്ങൾ അന്ധവിശ്വാസങ്ങൾ തമ്മിലെ ശാസ്ത്രീയ വസ്തുക്കളായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾക്ക് പോസ്റ്റ്മോർട്ടം കഴിഞ്ഞപ്പോൾ മഹാസമിതിയായിട്ട് കേരളത്തിലെ വിഷ്വൽ മീഡിയയും നമ്മൾ കൊണ്ടാടിയത്. ഈ ഒരു പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ മരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പൊല എന്നൊക്കെ പറയില്ല, പൊല അല്ലെങ്കിൽ അത് പൊല കഴിഞ്ഞാൽ 14 ദിവസമോ 41 ദിവസം കഴിഞ്ഞാൽ അടിച്ച് തെളിയെ കഴിഞ്ഞിട്ടാണ് നമ്മൾക്ക് പിന്നെ അടുത്ത് വീട്ടിലുള്ളവർക്ക് പുറത്തു പോകാനും ഇങ്ങനെ പ്രവേശിക്കാനും ബാക്കിയൊക്കെ പറ്റുക. ഈ സമ്പ്രദായം ഇവിടെ ഉണ്ടാകുന്നത് എത്രയോ നൂറ്റാണ്ടുകളായി. അപ്പോൾ ആ നൂറ്റാണ്ടുകളെ ഈ സമ്പ്രദായം ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ പൂർവികരുടെ വിശ്വാസം രോഗം ഉണ്ടാകുന്നത് ദൈവശിക്ഷ, പ്രേതബാധ, ഭൂതബാധ ഇതൊക്കെ കൊണ്ടാണ് രോഗം ഉണ്ടാകുന്നത്.
അണുക്കളൊക്കെ കണ്ടുപിടിച്ചത് 1850കളിൽ ലീവൻ ഹോക്ക് മൈക്രോസ്കോപ്പ് കണ്ടുപിടിച്ച പിന്നെയാണ് അണുബാധ മൂലമാണ് രോഗം ഉണ്ടാകുന്നത് കണ്ടുപിടിച്ചത്. അണുബാധ മൂലമാണ് രോഗമുണ്ടാകുന്നത് കണ്ടുപിടിച്ചതിന് ശേഷമാണ് ഇൻക്യുബേഷൻ പീരീഡ് ഇൻഫെക്ഷനൊക്കെ വരുന്നത്. ഒരു രോഗിയിൽ നിന്ന് വേറെ ആളിലേക്ക് പകരുന്നത് രോഗാണു മൂലമാണ്. അപ്പോഴാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡും ക്വാറന്റൈനൊക്കെ വരുന്നത്. അപ്പോൾ അതും ഇതായിട്ട് അങ്ങനെ കൂട്ടിക്കെട്ടാൻ പറ്റും എന്നൊരു ചോദ്യം ഞാൻ ഈ ചോദ്യം കേട്ടപ്പോൾ തന്നെ എൻ്റെ മനസ്സിലിങ്ങനെ ഓടി. പിന്നെ ഈ ക്വാറന്റൈൻ എന്ന ടേം വന്നത് 40 എന്നാണ്. ക്വാറന്റൈൻ അത് വെനീഷ്യൻ ഭാഷയിൽ നിന്ന് വന്നതായിട്ടാണ് പറഞ്ഞത്. ക്വാറന്റൈൻ 40. ഇപ്പോൾ 1300കളിൽ പിന്നെ ബ്ലാക്ക് ഡെത്ത് അല്ലെങ്കിൽ പ്ലേഗ് നമ്മുടെ യൂറോപ്പിൽ 1/3 ജനങ്ങളെ കൊന്നൊടുക്കിയിരുന്നു. യൂറോപ്പിലൊക്കെ കുറേ ജനങ്ങളെ കൊന്നൊടുക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി കപ്പലിൽ നിന്ന് ഒരു രാജ്യത്ത് നിന്ന് മറ്റു രാജ്യത്തേക്ക് എലികളും ചരക്കുകളും വരുമ്പോൾ അതുവഴിയാണ് പ്ലേഗ് പകരുന്നതെന്ന്. അതുകൊണ്ട് കപ്പൽ ചരക്കുകൾ വന്നാൽ ഒരു 40 ദിവസം തുറമുഖത്ത് പുറത്ത് കെട്ടിയിടും അവർ. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ. ആ 40 എന്നാണ് ക്വാറന്റൈൻ വന്നത്. 1340കൾ. അന്നേരം ഒരു രോഗാണുക്കളെ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അത് ഈ ക്വാറന്റൈൻ നമ്മുടെ പൊലയാണെന്ന് കൂട്ടിക്കെട്ടുന്നതിൽ എനിക്ക് യോജിപ്പില്ല. അത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഗർഭിണികളിൽ നേരത്തെ പറഞ്ഞ സെർവിക്സ് ഗർഭാശയ ക്യാൻസർ പ്രിവെൻറ്റ് ചെയ്യാൻ പുരുഷന്മാർ സുന്നത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ ഉണ്ടാകുന്ന ക്യാൻസർ കുറയുന്നുണ്ട്, ഗർഭാശയ ക്യാൻസർ. അതുകൊണ്ട് പുരുഷന്മാർ നമ്മൾ പണ്ട് പറഞ്ഞത് ഖുറാനിൽ പറഞ്ഞത് ഈ സുന്നത്ത് ചെയ്യണമെന്ന് പറഞ്ഞത് ഇത് ക്യാൻസർ കുറക്കാനെന്ന് പറയുന്നത് പോലെ, അല്ലെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഏതൊരു സയൻറ്റിഫിക് യോഗത്തിൽ വെച്ചിട്ട് നമ്മുടെ ഗണപതിയുടെ ഇതുണ്ടല്ലോ, ആനയെ പിടിപ്പിച്ചത് ഗണപതി മുഖം തുമ്പിക്കൈ, അത് പ്ലാസ്റ്റിക് സർജറി പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതും പുഷ്പവിമാനം നമ്മുടെ റൈറ്റ് സഹോദരൻ കണ്ടുപിടിക്കുന്ന രാവണൻ കണ്ടുപിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് പോലെ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ക്ലോണിങ് നടത്തിയത് കൗരവരെ 100 ആളെ പ്രസവിച്ചത് ഇതുകൊണ്ടാണെന്ന് പറയുന്നത് പോലെ തന്നെയായിട്ട് എനിക്ക് സൗമ്യയോട് ഇതിന് ആൻസർ പറയാനുള്ളൂ. ഇനി ഇതിന് കൂടിച്ചേർക്കാൻ വേണ്ടിയിട്ട് 3 ദിവസം മുമ്പ് ഒരു വാർത്ത കണ്ടു. നമ്മൾ നേരത്തെ തന്നെ സമയം പറഞ്ഞു, നമ്മുടെ വിദ്യാഭ്യാസം ഏറ്റവും ഉന്നതിയിൽ ഇന്ത്യയിൽ നിൽക്കുന്നത് മെഡിക്കൽ സയൻസിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അധ്യാപകർ പ്രൊഫസർമാർ. മറ്റേത് IIT ആണ്. നമ്മുടെ സാധാരണ എഞ്ചിനീയറിംഗ് കോളേജ് നമ്മൾ IIT ആണ്. ഇപ്പോൾ ചെന്നൈ IIT ഏറ്റവും ക്രെഡിബിലിറ്റി ഉള്ള IIT ആണ്. ചെന്നൈ IITയിലെ ഡയറക്ടർ കാമകോടി എന്ന് പറയും. കഴിഞ്ഞ ദിവസം 3-4 ദിവസം മുമ്പ് അദ്ദേഹം ഒരു വലിയൊരു സയൻറ്റിഫിക് കോൺഫറൻസിൽ വെച്ച് പറഞ്ഞിട്ടുണ്ട്, ഗോമൂത്രമുണ്ടല്ലോ, ഗോമൂത്രം അത് ഏറ്റവും വലിയ മെഡിസിനാണ്. എൻ്റെ അച്ഛൻ്റെ പനി ഉണ്ടായപ്പോൾ ഗോമൂത്രം കുടിച്ച് 15 മിനിറ്റ് കൊണ്ട് പനി മാറി. പിന്നെ ഇത് ബാക്ടീരിയ നശിപ്പിക്കാനും ഫംഗസ് നശിപ്പിക്കാനുള്ള സാധനം മരുന്നാണ് ഗോമൂത്രം എന്ന് പറയുന്നത്. ഇത് സയൻസിൻ്റെ ബേസിക്കിൽ അവർ ഒന്ന് ഗോമൂത്രത്തെ കുറിച്ച് പറയുന്നില്ല. സയൻസ് എന്ന് പറയുന്നത് കെട്ടുകഥകൾ, ഒരു അനുഭവത്തിൻ്റെ കഥയല്ല സയൻസ്. നമ്മൾ പരീക്ഷണങ്ങൾ നിരീക്ഷണങ്ങൾ നടത്തി തെളിയിച്ചിട്ട് മാത്രമാണ് പരീക്ഷണം അറിയാം. അതായത് കമ്പയർ ചെയ്ത് പരീക്ഷണം നടത്തിയിട്ട്. പിന്നെ ഇത്രയും IIT തലക്കത്ത് ഡയറക്ടറായിട്ടുള്ള ഒരാൾ, ഇന്ത്യയിലെ ഒരാൾ ഇങ്ങനെ പറയുമ്പോൾ അതിൻ്റെ ഞാൻ പറയുന്നത് അയാൾക്കത് തൊലിക്കെട്ടി എന്താണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ തരത്തിലാണ് നമ്മൾ സയൻസ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു ഡോക്ടർ. അവസാനത്തെ ചോദ്യം ഞാൻ ഡോക്ടർ റോഷനോടാണ് ചോദിക്കുന്നത്. താങ്കൾ ഡിസബിലിറ്റി, നമുക്ക് കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ മാനസികാരോഗ്യം എന്ന് പറയുന്ന ഒരു വസ്തുവിനോട് നമുക്കുള്ള സ്റ്റിഗ്മ പോലെ തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ച് കുറവാണെന്ന് പറയാം, പക്ഷേ എങ്കിൽ പോലും ഇപ്പോഴും ഡിസബിലിറ്റി എന്ന് പറയുന്ന ഒരു വാക്കിനോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളോട്, വ്യക്തികളോട് നമുക്കിപ്പോഴും ഒരു സ്റ്റിഗ്മയുണ്ട്. അതിനേക്കാൾ കൂടുതൽ അങ്ങനെയുള്ള കുട്ടികളുടെ മാതാപിതാക്കൾ വലിയ രീതിയിൽ സൈഡ് ലൈൻ ആവപ്പെടുന്നുണ്ട്. അവർ ആ ഒരു മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മുടെ നാട്ടിൽ ഇന്നും വേണ്ടത്ര പോരാ എന്ന് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ താങ്കൾ അങ്ങനെയുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ CRCയുടെ ഡയറക്ടറാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഒരു അനുഭവം? എന്തൊക്കെയാണ് നമ്മൾ അവർക്ക് വേണ്ടി ഇപ്പോൾ പുതുതായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന പദ്ധതികൾ? അതിൽ ഈ പറഞ്ഞ പോലെ ഭിന്നശേഷി മേഖല അല്ലെ മാനസികാരോഗ്യ മേഖല എന്നൊക്കെ പറയുന്ന ഒരുപാട് കൺഫ്യൂഷൻസ് ഉള്ള ഒരു മേഖലയാണ്. ഇപ്പോൾ ഇത് നമ്മുടെ ഒരു കുടുംബത്തിലൊരു ഭിന്നശേഷി വ്യക്തി ഉണ്ടാവുകയാണ്, അങ്ങനെ ഒരു കുട്ടി ജനിക്കുകയാണെങ്കിൽ പിന്നെ ആ കുട്ടിയുടെ സെൻറ്റേർഡായിട്ടാണ് ആ കുടുംബത്തിൻ്റെ മുഴുവൻ ഡൈനാമിക്സ് പോകുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഭിന്നശേഷി കുഞ്ഞ് ജനിച്ചാൽ പലപ്പോഴും ഏറ്റവും കൂടുതൽ അതിൻ്റെ ബേർഡൻ ബെയർ ചെയ്യുന്നത് അമ്മമാരാണ്. രക്ഷിതാക്കളിൽ അച്ഛന്മാർ പലപ്പോഴും അവരുടെ ജോലി ആവശ്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നത്. നമ്മുടെ ഒരു ടിപ്പിക്കൽ കോമൺ പ്രോട്ടോടൈപ്പ് ഓഫ് അവർ ഫാമിലി അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഭാരം മുഴുവൻ പേരുന്നത് അമ്മമാരാണ്. മാത്രമല്ല ഇതിനെക്കുറിച്ചുള്ളൊരു വ്യക്തമായ ഇൻഫർമേഷൻ, എഗെയിൻ ഈ പറഞ്ഞ പോലെ മിസ്ഇൻഫർമേഷൻസിൻ്റേതായ ഒരു ലോകത്ത് കൃത്യമായിട്ടുള്ള ഇടപെടൽ എങ്ങനെയൊക്കെ നൽകണം എന്ന് പോലും ഇത്തരം ആളുകൾക്ക് അറിയാൻ പറ്റാത്ത, ആകെ അങ്കലാപ്പിലാകുന്ന, പകച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് പലപ്പോഴും ഇത്തരം ആളുകൾക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഡയഗ്നോസിസ് വരുമ്പോൾ തന്നെ അതിലിപ്പോൾ ഒരു ബാഡ് ന്യൂസ് ബ്രേക്ക് ചെയ്യുന്ന ഏത് തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു വലിയ കാറ്റസ്ട്രോഫി ഉണ്ടാകുന്ന ഒരു ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു നമ്മൾ മാനസികമായി അണ്ടർഗോ ചെയ്യുന്ന ഒരു പ്രക്രിയയുണ്ട്. അതിന് കുബ്ലർ റോസ് സൈക്കിൾ എന്നൊക്കെ പറയും. നമ്മൾ ഡിനയൽ, ആങ്കർ, ഗിൽറ്റ്, റിമോഴ്സ്, ഇതെല്ലാം പല ഘട്ടങ്ങളിലൂടെ പോയി നമുക്ക് അവസാനം അതിനെ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഘട്ടമൊക്കെ വരും. അപ്പോൾ ഇതിൽ ഏത് ഘട്ടത്തിൽ നിൽക്കുന്ന ഏതൊരാളെയും കൂടുതൽ കൺഫ്യൂസിങ് ആക്കാനാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള
ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ വരുന്ന പരസ്യങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സോക്കോൾഡ് ഇൻഫർമേഷൻസ് മിസ്ഇൻഫർമേഷൻസ് സഹായകമാവുന്നുള്ളൂ. പലപ്പോഴും ആരുടെങ്കിലുമൊക്കെ സാർ നേരത്തെ പറഞ്ഞ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് എനിക്ക് അങ്ങനെ പറ്റി, അപ്പോൾ അവിടെ അതങ്ങനെ നടക്കും. അങ്ങനെയല്ല, ഇവിടെ ശാസ്ത്രീയമായി തന്നെ അതിനെ സമീപിക്കാൻ പറ്റണം, ഏറ്റവും ആധികാരികമായി തന്നെ നമുക്കതിനെ ഇതാക്കാൻ പറ്റണം. അപ്പോൾ ഈ മിസ്ഇൻഫർമേഷൻസിൻ്റെ ഇടയിൽ നിന്നും റിയൽ ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ എടുക്കാൻ സാധിക്കുക എന്നത് തന്നെ നമ്മളെ വളരെ കൺഫ്യൂസിങ് ആക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ നമ്മളെ കൊണ്ട് എത്തിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഭിന്നശേഷി മേഖലയിലാണെങ്കിൽ തന്നെ ഇപ്പോൾ അങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചാൽ ഏർലി ഇൻ്റർവെൻഷൻ ആണ് അതിൻ്റെ ദ ബെസ്റ്റ് തിങ് ടു ഡു. അതായത് നമ്മുടെ ജനിക്കുമ്പോൾ ബ്രെയിനിൻ്റെ വളർച്ച ഏറ്റവും ഉന്നതമായി നിൽക്കുന്ന സമയം എന്ന് പറയുന്നത് ആദ്യത്തെ 3 to 5 years ആണ്. ആദ്യത്തെ ഒരു വർഷം കഴിയുമ്പോൾ തന്നെ 50% ഓഫ് അഡൾട്ട് ബ്രെയിൻ ഗ്രോത്ത് ഒരു കുട്ടിയുടെ തലച്ചോറ് നേടിയിരിക്കും. 3 to 5 years ആകുമ്പോഴത്തേക്ക് 90% ഓഫ് ദ അഡൾട്ട് ബ്രെയിൻ ഗ്രോത്ത് ഈ സമയത്തിനുള്ളിൽ നടക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ സമയത്ത് വേണം നമുക്ക് എല്ലാ തരത്തിലുള്ള ഇൻ്റർവെൻഷൻസും നൽകാൻ. അതിന് കൃത്യമായ ശാസ്ത്രീയമായിട്ടുള്ള തെറാപ്യൂട്ടിക് ഇൻ്റർവെൻഷൻ സംവിധാനങ്ങളുണ്ട്. അതിന് ഏർലി ഇൻ്റർവെൻഷൻ എന്നാണ് പറയുക, അതിന് ഡെവലപ്മെൻറ്റൽ തെറാപ്പി ഉണ്ട്, അതിന് ഫിസിയോതെറാപ്പിക്ക് അതിൻ്റേതായ റോളുണ്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗത്തിന് അതിൻ്റേതായ റോളുണ്ട്. സ്പീച്ച് തെറാപ്പി ആവശ്യമുള്ള കണ്ടീഷൻസ് ആണെങ്കിൽ ഡിപ്പെൻഡിങ് ഓൺ ദ ഡയഗ്നോസിസ്, ഇപ്പോൾ ഓട്ടിസം ആവാം, അല്ലെങ്കിൽ സെർബ്രൽ പാൾസി ആവാം, അതല്ലെങ്കിൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ആവാം. അപ്പോൾ ഇത്തരത്തിലുള്ള ഏതിതാണെങ്കിലും ആ ന്യൂറോണൽ പ്ലയബിലിറ്റി അല്ലെങ്കിൽ ന്യൂറോപ്ലാസ്റ്റിസിറ്റി നിലനിൽക്കുന്ന സമയത്ത് തന്നെ കൃത്യമായ ശാസ്ത്രീയമായ ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ഇൻ്റർവെൻഷൻസ് കൊടുക്കാൻ സാധിക്കണം. ഇപ്പോൾ നമുക്കറിയാലോ, ഒരു കളിമണ്ണ് നനഞ്ഞിരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഭംഗിയുള്ള രൂപങ്ങളായിട്ട് അതിനെ ശില്പമാക്കി മാറ്റാം. അതിൻ്റെ നനവ് വടിഞ്ഞു പോകും തോറും പിന്നെ പിടിക്കാൻ നോക്കിയാൽ തീരെ നനവില്ലാത്തപ്പോൾ പിടിച്ചാൽ അത് പൊടിഞ്ഞു പോകും. എന്നതുപോലെ ആ പ്രായത്തിൽ നൽകേണ്ട കൃത്യമായ ട്രീറ്റ്മെൻറ്റുകൾ നൽകുക എന്നുള്ളതാണ്. അതിന് സർക്കാരിൽ തന്നെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ പറയുകയാണെങ്കിൽ നമ്മുടെ എൻ്റെ CRC ആവട്ടെ, അല്ലെങ്കിൽ ഇമാൻസ് ആവട്ടെ, മെഡിക്കൽ കോളേജിൽ കൺസേൺഡ് സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റിൽ ചൈൽഡ് സൈക്കാട്രി ക്ലിനിക്കുകളുണ്ട്. അപ്പോൾ ഇത്തരം ശാസ്ത്രീയമായ കേന്ദ്രങ്ങളിലേക്ക് ഇവർ എത്തപ്പെടണം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് എങ്ങനെ കിട്ടും എന്നുള്ളത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ വരുന്ന ഇത് വളരെ കൺഫ്യൂസിങ് ആണ്. അതിനകത്ത് കൃത്യമായ രീതിയിൽ ശാസ്ത്രീയമായ ഇടപെടലല്ലാത്ത അശാസ്ത്രീയമായ പല കാര്യങ്ങളെക്കുറിച്ചും പല ന്യൂസുകൾ ഓരോ ദിവസവും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നാലെ പോവുക എന്ന് പറയുന്നത് ഈ ഡോക്ടർ ഷോപ്പിംഗ് എന്നൊക്കെ പറയുന്ന പോലെ ഒരിടത്തു നിന്ന് പോയി മറ്റിടത്ത് പോയി പലപ്പോഴും ഡോക്ടേഴ്സിൻ്റെ അടുത്ത് വരുന്നതിന് മുമ്പ് ആളുകൾ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് ഇതെല്ലാം നോക്കി മനസ്സിലാക്കിയിട്ട് ഡോക്ടേഴ്സിനെ പഠിപ്പിക്കാൻ പോകുന്ന പോലെയൊക്കെ പോയിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്, നമ്മളെ സുഹൃത്തുക്കൾ പറയാറുണ്ട്. ഇപ്പം ചില പഠനങ്ങൾ കാണിക്കുന്നത് 70% ഓഫ് പീപ്പിൾ, ഒരു US നടന്നൊരു പഠനമാണ്, അവർ കൃത്യമായിട്ടും ഇതിനെ ഡിപ്പെൻഡൻ്റ് ആയിട്ടാണ് ഹെൽത്ത് കെയർ നീഡ്സിനെ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്, സോഷ്യൽ മീഡിയ ഡിപ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് ഡോക്ടേഴ്സിൻ്റെ അടുത്ത് ഇതിലേക്ക് പോകുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അത്തരത്തിലുള്ള അത് ഒരു വളരെ ഡാമേജിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആധികാരികമായ ഏറ്റവും ഓതൻറ്റിക് സോഴ്സുകളിൽ നിന്ന് മാത്രമേ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻസ് നമ്മൾ സ്വീകരിക്കാൻ പാടുള്ളൂ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ മിനിസ്ട്രിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റുകളുണ്ട്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ വെബ്സൈറ്റുകളുണ്ട്, സ്റ്റേറ്റ് ഗവൺമെൻറ് ഒഫീഷ്യൽ വെബ്സൈറ്റുകളുണ്ട്. അത്തരത്തിലുള്ള അല്ലെങ്കിൽ ഇത്തരം ക്രെഡിബിൾ സ്ഥാപനങ്ങളുടെ വെബ്സൈറ്റ് എന്നല്ല, അത്തരത്തിൽ നിന്ന് കിട്ടുന്ന ഡയറക്റ്റ് ഇൻഫർമേഷൻ അല്ലാത്ത മറ്റെന്തും ഒരുപാട് ഡയല്യൂട്ടഡ് ആവാനും ഒരുപാട് മിസ്ലീഡിങ് ആവാനുമുള്ള സാധ്യതകളുണ്ട് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകേണ്ടതുണ്ട്. അതൊരു വലിയ ടാസ്ക് തന്നെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ വരുന്ന ഒരിത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ജാഗ്രതയോടുകൂടി തന്നെ വേണം ഇത്തരം ഇൻഫർമേഷൻസിനെയൊക്കെ അപ്രോച്ച് ചെയ്യാൻ. ഇതിനകത്ത് ഒരുപാട് അപകടങ്ങൾ കൂടി പതിയിരിക്കുന്നുണ്ടെന്നുള്ളതാണ് വസ്തുത. ഞാൻ ഒരു സ്വയം വിമർശനം കൂടി പറയാണ് ഡോക്ടർ. ആക്ച്വലി ഇപ്പം ഡോക്ടർ പറഞ്ഞ പോലെ ആദ്യത്തെ 2 വയസ്സ് അത് വളരെ ക്രൂഷ്യലാണ്, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഡിസബിലിറ്റികളുള്ള ഇപ്പോൾ സെറിബ്രൽ പാൽസി പോലെയൊക്കെയുള്ള കുട്ടികൾ. അതിൽ ഇപ്പോഴും ആക്ച്വലി നമ്മൾ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ തന്നെ വളരെയധികം അവയർനെസ് കുറവാണ്. ഇന്നും പലപ്പോഴും നമ്മൾ 4ഉം 5ഉം വയസ്സിൽ ഈ കുട്ടികളുമായിട്ട് നമ്മുടെ അച്ഛനമ്മമാർ വരുമ്പോൾ അപ്പം നമ്മൾ പലപ്പോഴും ചോദിക്കാറുണ്ട്, എന്താണ് ഇത്ര വൈകി പോയത്, എന്താ നിങ്ങൾ കുട്ടിക്ക് കഴുത്ത് പോലും ചിലപ്പോൾ ഉറച്ചിട്ടുണ്ടാവില്ല, അപ്പോൾ എന്തുകൊണ്ട് നിങ്ങളിത് നേരത്തെ കാണിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ അതിൽ അധികം ഒരു ശതമാനം ആളുകളും പറയുന്നത്, ഞങ്ങൾ പല ഡോക്ടർമാരടുത്തും പോയി ഇത് ശരിയായിക്കോളും, ഇത് കുറച്ചും കൂടി സമയം എടുക്കുന്നേ ഉള്ളൂ, ശരിയായിക്കോളും എന്ന് പറഞ്ഞ് നമ്മളെ തിരിച്ചു വിട്ടു എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടി പലപ്പോഴും കാണാറുണ്ട്. എനിക്ക് തോന്നുന്നു ഈ ഒരു കാര്യത്തിൽ കൂടുതൽ അവയർനെസ് നമ്മുടെ ഡോക്ടേഴ്സിൻ്റെ ഇടയിൽ കൂടി വേണം. കാരണം അതായത് നമ്മൾ നഷ്ടപ്പെടുത്തുന്ന സമയം അത് വളരെയധികം, നമ്മൾ പറയും ഗോൾഡൻ അവർ അല്ലെ, ആ ഒരു ഗോൾഡൻ ടൈമാണ് നമ്മൾ പലപ്പോഴും നഷ്ടപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് പറയാനുള്ള കാര്യം, നിങ്ങൾക്കൊക്കെ അറിയുന്ന കുഞ്ഞു കുഞ്ഞു വാവന്മാരുണ്ടായിരിക്കും. ഓരോ കുട്ടികളും ഓരോ സമയത്തും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നമുക്കറിയാം 4 മാസം 5 മാസമുള്ള കുട്ടിക്ക് കഴുത്തുറയ്ക്കണം, ഒരു 1-1.25 വയസ്സുള്ള കുട്ടി നടന്നു തുടങ്ങണം, 2 വയസ്സുള്ള കുട്ടി ഓടി തുടങ്ങണം. നമ്മുടെ ബാവമാർ ആരെങ്കിലും അത് സമയത്ത് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ശരിയായിക്കോളും. നമ്മുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്, പല്ലും ചൊല്ലും വൈകി വരണം എങ്കിൽ ഭയങ്കര ബുദ്ധിയായിരിക്കുന്നത്. അതൊക്കെ
പഴഞ്ചൊല്ലുകൾ മാത്രമാണ്, അതിലൊന്നും യാതൊരു ശാസ്ത്രീയതയില്ല. പല്ല് വരാനും സമയമുണ്ട്, ചൊല്ല് വരാനും സമയമുണ്ട്. ആ സമയത്ത് അതൊന്നും വന്നിട്ടില്ലെങ്കിൽ എന്താണ് എന്നുള്ളത് ഒരു ഡോക്ടറെ കണ്ട് അന്വേഷിക്കുക, അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ സെഷൻ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നമുക്കൊരു 12 മിനിറ്റ് സമയമുണ്ട്. ഓഡിയൻസിൻ്റെ അടുത്ത് നിന്നുള്ള ക്വസ്റ്റ്യൻസ്. യെസ്, ഞാൻ പ്രമോദ് ഇരുമ്പുഴി. ഞാൻ ഈ സെഷൻ വളരെ താല്പര്യത്തോടു കൂടി കേൾക്കുമായിരുന്നു. പൊതുവേ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയുടെ വിഷയമാണ് പറഞ്ഞത്. പലപ്പോഴും ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. പക്ഷേ ശരിക്കും ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവുന്ന സമയത്ത് ഡോക്ടർമാർ തന്നെ, പല ആളുകൾക്കും സൗമ്യ ഡോക്ടർക്കൊക്കെ പേജുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള പേജുകളിലൂടെ അല്ലെങ്കിൽ ആധികാരികമായ രീതിയിലുള്ള ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടോ മറ്റൊക്കെ ആയിട്ട് ഇത് പുറത്തേക്ക് ഇത്തരം കൃത്യമായുള്ള അറിവുകൾ കൊടുക്കേണ്ടതല്ലേ? പക്ഷേ പല ഡോക്ടർമാരും തങ്ങളുടെ ട്രീറ്റ്മെൻറ്റും പണസമ്പാദനത്തിനൊക്കെ ഇടയിൽ ഇത്തരം കാര്യങ്ങൾ മൈൻഡ് ചെയ്യാതിരിക്കുന്ന വലിയൊരവസ്ഥയുണ്ട്. ഡോക്ടർമാർക്ക് തന്നെ ഇത് ഏറ്റെടുത്ത് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നുള്ള ഒരു കാര്യനിർദ്ദേശം പറയാനുണ്ട്. അത് വളരെ ശരിയാണ്. കാര്യം ഞങ്ങൾ ഡോക്ടർമാർ ഒരു കാര്യം ആദ്യമേ പറയാം. എന്തായാലും നിങ്ങളിപ്പോൾ കാണുന്ന ഒരു മാറ്റം ഒരു 20 വർഷം മുമ്പേ ഉള്ള ഡോക്ടർമാരുടെ ജീവിതമല്ല ഇപ്പോഴത്തെ നമ്മുടെ ഡോക്ടർമാരുടെ ജീവിതം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കണ്ട ഡോക്ടർമാരെ പറഞ്ഞാൽ ആശുപത്രി, വീട്, വീട്, ആശുപത്രി, ഇതിനപ്പുറം ഒരു ജീവിതമില്ലാത്ത, പലപ്പോഴും ഒരു സോഷ്യൽ ലൈഫ് പോലും ഇല്ലാത്ത ജീവിതങ്ങളായിരുന്നു ഡോക്ടർമാരുടെ. പക്ഷേ ഇപ്പോൾ കുറേ മാറ്റങ്ങൾ വരുന്നുണ്ട്. ഡോക്ടർമാർ കൂടുതലായിട്ട് സമൂഹവുമായി ഇടപഴകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ, ഇപ്പം ഞാൻ എൻ്റെ പേജിലൂടെയൊക്കെ മാക്സിമം ഇത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാനും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിൽ ഒരാളാണ്. എത്രയോ പേർ അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ പോലെ കൂടുതൽ ഡോക്ടർമാർ അതിലേക്കായി മുന്നോട്ട് വരണം. കാരണം ഒരു രോഗിയെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമല്ല ഒരു ഡോക്ടറുടെ കടമ. അതായത് ഒരു സമൂഹത്തെ ചികിത്സിക്കുക എന്നുള്ളത് കൂടി ഒരു ഡോക്ടറുടെ കടമയാണ്. ഇന്ന് ആക്ച്വലി സമൂഹത്തിന് വേണ്ട ചികിത്സ എന്ന് പറയുന്നത് കൂടുതലായിട്ടും അസുഖത്തേക്കാൾ കൂടുതൽ ഇങ്ങനെയുള്ള തെറ്റായ വിവരങ്ങളിലൂടെയുള്ള അത് മാറ്റിക്കൊടുക്കുന്നതും നമ്മൾ ചെയ്യുന്ന ഒരു ചികിത്സയാണ്. അപ്പോൾ ആ ഒരു ചികിത്സ കൂടി ചെയ്യാൻ അത് ഞങ്ങൾ സ്വയം വിമർശനത്തിന് വിധേയരാവേണ്ട ഒരു കാര്യം കൂടിയാണ്. ഇത് അങ്ങനെ എഴുതിയെന്ന് വിചാരിക്കാം, ആ പേജാരും തിരിഞ്ഞു നോക്കാത്ത പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. കാരണം എല്ലാവരും സെലിബ്രിറ്റിയുടെ പിറകിലങ്ങ് പോവല്ലേ എന്ന്. സീരിയസ് ആയിട്ടുള്ള ഉണ്ടെങ്കിൽ തന്നെ അത് എഴുതുന്നത് പത്രങ്ങളിൽ ആരും വായിക്കുന്നില്ല. അത് ആ ഒരു പ്രശ്നമുണ്ട്. ഡോക്ടർമാർ മാത്രമല്ല, ഡോക്ടർമാരുടെ പ്രൊഫഷണൽ കൂട്ടായ്മകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, പലപ്പോഴും ചെയ്യുന്നുണ്ടത്. ചോദിക്കാലോ? ഡോക്ടർ സംസാരത്തിനിടെ പറയണ്ടായി സമൂഹത്തിന് ഡോക്ടർമാരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന പറയണ്ടായി. നമുക്കറിയാം, ജനസംഖ്യ അനുപാതം നോക്കിയാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മരുന്ന് തിന്ന് ജീവിക്കുന്ന ജനതന് കേരളത്തിൽ. ആശുപത്രികൾ താങ്ങി നിർത്തുന്ന ഒരു ആരോഗ്യാവസ്ഥയാണ്. അത് ആരോഗ്യരംഗത്തെ പോരായ്മ. സമൂഹത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാം, ജനങ്ങൾ വിഷയങ്ങൾ പരിഹരിക്കാൻ ധ്യാന കേന്ദ്രങ്ങൾ, ചരടുകൾ, വാസ്തു, അങ്ങനെ കുറേ വിഷയങ്ങൾ പോകുന്നുണ്ട്. ഇത് ശാസ്ത്രാവബോധം, സയൻറ്റിഫിക് ടെമ്പറിൻ്റെ പോരായ്മയാണ് നമ്മൾ കണ്ടെത്തിയത്. അതിന് എത്ര സമയമെടുക്കും? അതിനുള്ള പ്രതീക്ഷയുണ്ട്. ഭാവി തലമുറയെങ്കിലും ആ ഒരു അവബോധം വീണ്ടെടുക്കാൻ, അതോ അതിന് വലിയ വില കൊടുക്കേണ്ടി വരും? ആക്ച്വലി ഞാൻ JK സാറിനോട് ചോദിക്കാൻ വെച്ച ചോദ്യമാണ്. സയന്റിഫിക് ടെമ്പർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ചൊട്ടയിലെ ശീലം നമ്മൾ സ്കൂളുകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്യേണ്ടതാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അടിയിലുള്ള സാധനത്തിൽ ക്രിട്ടിക്കൽ തിങ്കിങ് എന്ന സാധനം നമ്മുടെ വിദ്യാഭ്യാസത്തിലില്ല. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും താഴെ വേണ്ടത് സയൻസ്, ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി. അതിന് നല്ല ബേസ് ഉണ്ടായിട്ട് അതിനോട് അനുബന്ധിച്ചിട്ട് തന്നെയാണ് വൈദ്യശാസ്ത്രം പോകുന്നത്. പക്ഷേ പലപ്പോഴും ഞാൻ കാണുന്നത് അധ്യാപകരുമായിട്ട് സംസാരിക്കുമ്പോൾ അധ്യാപകരാണ് പലപ്പോഴും ഈ സയൻറ്റിഫിക് ടെമ്പറിന് എതിരായിട്ട് പലപ്പോഴും വൈദ്യശാസ്ത്രത്തിൽ നമ്മൾ കാണുന്നത്. പലപ്പോഴും ഇപ്പോൾ ഏറ്റവും സയൻറ്റിഫിക് ടെമ്പർ നമ്മുടെ സിലബസിൽ ഉണ്ടാകാനുള്ള ക്രിട്ടിക്കൽ തിങ്കിങ് നിന്നൊരു ഭാഗം നമ്മുടെ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അടുത്ത തലമുറ രക്ഷപ്പെടും. കോളേജുകളിലും ക്രിട്ടിക്കൽ തിങ്കിങ് വേണം. നമ്മൾ ബൈഹാട്ട് പഠിച്ച് എഴുതി പരീക്ഷ പാസ്സാവുന്ന രീതിയാണ് നമ്മുടെ വിദ്യാഭ്യാസത്തിലുള്ളത്. വി വാണ്ട് ക്രിട്ടിക്കൽ തിങ്കിങ്. അങ്ങനെ ഉണ്ടായാൽ തന്നെ സൊസൈറ്റി മുമ്പോട്ട് പോകും. അന്വേഷിച്ച് കണ്ടുപിടിക്കുക, അവർ ചോദ്യങ്ങൾ ചോദിക്കും, ചോദ്യങ്ങൾ നമ്മൾ എൻ്റർടൈൻ ചെയ്യണം. പലപ്പോഴും നമ്മളിപ്പോൾ കോവിഡ് വന്ന സമയത്ത് കണ്ടല്ലോ, നമ്മുടെ ചാനൽ ചർച്ചകളൊക്കെ സ്ഥിരം കാണുന്ന കുറേ മുഖങ്ങളാണ് എപ്പോഴും നമ്മൾ കാണുക. പക്ഷേ ഒരു ശാസ്ത്ര വിഷയം വന്നപ്പോൾ, ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു ശാസ്ത്ര വിഷയം വന്നപ്പം നമ്മുടെ രാഷ്ട്രീയ ചർച്ചയുടെ ആളുകളും മറ്റാളുകളൊക്കെ പുറകിൽ പോയിട്ട് ശാസ്ത്രത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകളായി നേരിട്ട് നമ്മളോട് സംസാരിക്കാൻ വന്നിട്ടുള്ളത്. അറിയപ്പെടുന്ന ഡോക്ടർമാർ, അറിയപ്പെടുന്ന എപ്പിഡമിയോളജിസ്റ്റുമാർ, സാർ പോലുള്ളവരൊക്കെ മുന്നിൽ വന്ന് പറയുമ്പോൾ അതിനുവേണ്ടി ലോകം കാതോർക്കുന്ന ഒരു അവസ്ഥ വന്നു ഈ കോവിഡിൻ്റെയൊക്കെ കാലത്ത്. നമുക്കറിയാം, ദേ ആർ ദ എക്സ്പേർട്സ് ഓൺ ദാറ്റ്. മറ്റാളുകളല്ല. മേ ബി പോളിസി മേക്കേഴ്സും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതൊക്കെ വലിയ രാഷ്ട്രീയ ഉന്നതങ്ങളിൽ ഇരിക്കുന്നവരായിരിക്കാം. പക്ഷേ ഒരു ശാസ്ത്ര വിഷയത്തെക്കുറിച്ച് സംസാരിക്കേണ്ടപ്പോൾ ഒരു ശാസ്ത്രത്തിൻ്റെ ആൾ തന്നെയാണ് പറയേണ്ടത്. പറഞ്ഞ പോലെ കോഹ്ലി ഒരു നല്ല ക്രിക്കറ്റർ ആയിരിക്കാം, പക്ഷേ കോഹ്ലി വന്നിട്ട് മരുന്നിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് അതിനുള്ള ഇതില്ല എന്ന് തിരിച്ചറിയാനുള്ള ബോധവും നമുക്കുണ്ടാവണം. അപ്പോൾ ആരിൽ നിന്ന് എന്ത് സ്വീകരിക്കണം? ഒരു സെലിബ്രിറ്റി ആയതുകൊണ്ട് മാത്രം ആ സെലിബ്രിറ്റി പറയുന്ന എല്ലാ കാര്യവും സത്യമാവണമെന്നില്ല. വൈകിട്ട് എന്താ പരിപാടി എന്ന് മോഹൻലാൽ ചോദിച്ചാൽ മോഹൻലാൽ അല്ലേ ചോദിച്ചത് എന്നതുകൊണ്ട് നമുക്ക് എന്തും ആവാമെന്നല്ലല്ലോ.
അപ്പോൾ എവിടെയാണ് അതിൻ്റെ വരമ്പുകൾ എന്നുള്ളതും ആരിൽ നിന്നാണ് നമ്മൾ സ്വീകരിക്കേണ്ടതെന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവേണ്ടത് വളരെ പ്രധാനമാണ്. ഞാൻ അദ്ദേഹം ചോദിച്ചതിനോട് ഒരു ചോദ്യം കൂടി ആഡ് ചെയ്യാണ്. അപ്പം നമ്മൾ പറയുന്നുണ്ട് സയൻറ്റിഫിക് ടെമ്പർ വേണം, നിങ്ങൾ സത്യം അറിയാൻ ശ്രമിക്കണം. ഈ ഫാക്ട് ചെക്കിന് പൊതുജനങ്ങൾക്കുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? അവരെവിടെയാണ് ഈ ഫാക്ട് ചെക്ക് നടത്തേണ്ടത്? ഒന്ന് വേണ്ടത് താങ്കൾ പറഞ്ഞ പോലെ ഫാക്ട് ചെക്കിങ്ങിന് ഗവൺമെൻറ് ഔദ്യോഗിക തലത്തിൽ തന്നെ ഒരു സാധനം ഔദ്യോഗിക സൈറ്റ് ആവശ്യമുണ്ട്. നമുക്ക് അത് ഡിപ്പെൻഡ് ചെയ്യാനുള്ള അത് നമ്മുടെ നാട്ടിലില്ല. ശരിക്കും ഔദ്യോഗിക തലത്തിൽ തന്നെ വിവരങ്ങൾ കിട്ടാൻ വേണ്ടി ജനങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ള സാധനങ്ങൾ ആരോഗ്യ തലത്തിൽ ഗവൺമെൻറ് തലത്തിൽ വേണ്ടതുണ്ട്. അത് അങ്ങനെ ഇല്ലാത്തതാണ് ഒരു പ്രത്യേകത ഉള്ളത്. അല്ലാതെ നമ്മൾക്ക് കിട്ടുന്ന ഫാക്ട് ചെക്കിങ് പലപ്പോഴും ഉണ്ടാകുന്നത് ഒന്നുകിൽ വ്യക്തികൾ അല്ലെങ്കിൽ സംഘടനകൾ അല്ലെങ്കിൽ സ്പോൺസേഡ് ആണ്. ഈ സ്പോൺസേഡ് ആയിട്ടുള്ള ഫാക്ട് ചെക്കിങ് ചിലപ്പോഴും അവരുടെ അനുകൂലിച്ചിട്ടുള്ള വിവരങ്ങളാണ് വരുന്നത്. അതും നമ്മൾക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇനി വരേണ്ടത് നമ്മുടെ ഇടയിൽ തന്നെ ഗ്രൂപ്പായിട്ട് ഫാക്ട് ചെക്കിങ്ങിനുള്ള ഓരോന്നും ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അടുത്ത കാലത്ത് ഇപ്പം ഒരു 2 ആഴ്ച മുമ്പ് ഒരു ന്യൂസ് അറിഞ്ഞത് മെറ്റ അതിൻ്റെ ഫാക്ട് ചെക്കേഴ്സിനെ പിൻവലിക്കാൻ പോവുകയാണ്. അതോടുകൂടി പൊളിറ്റിക്കലായിട്ടുള്ള വാർത്തകൾക്കും മറ്റ് ഹിസ്റ്റോറിക്കലായിട്ടുള്ള വാർത്തകൾക്കും നമ്മൾ ഫേസ്ബുക്കിൽ ആരെന്തിടുന്നോ അത് അങ്ങനെ നമ്മൾ അപ്പടി വിഴുങ്ങേണ്ടി വരും. ഫാക്ട് ചെക്കിംഗ് മെറ്റ നിർത്തുകയാണ്. അപ്പോൾ ലോകം നമ്മുടെ പിറകോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്ന ഇങ്ങനത്തെ കാര്യത്തിൽ. അതെങ്ങനെ വീണ്ടെടുക്കാം എന്നുള്ളതിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കുറച്ചൊക്കെ നമുക്ക് ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ, അത് സെൻട്രൽ ആയാലും നമ്മുടെ സ്റ്റേറ്റ് ആയാലും ലോകാരോഗ്യ സംഘടന അങ്ങനെയുള്ളവരുടെ ഔദ്യോഗിക വെബ്സൈറ്റുകൾ അത് നിങ്ങൾ ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. തീർച്ചയായിട്ടും ആ ഒരു സിസ്റ്റം നമ്മളെല്ലാവരും ഒരു മെഡിക്കൽ കാര്യത്തെക്കുറിച്ച് നോക്കാനാണെങ്കിൽ ആധികാരികമായി ആദ്യം തന്നെ ഇപ്പം ഫോളോവേഴ്സിൻ്റെ നമ്പർ വെച്ചിട്ട് ഒരാളുടെ ക്രെഡിബിലിറ്റിയെ നമുക്ക് അസസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ യാതൊരു ചെക്കിംഗ് മെക്കാനിസവും ഇല്ലാത്തൊരു വല്ലാത്തൊരു കടൽ പോലെ കിടക്കുന്നതിനകത്തുനിന്ന് നമ്മൾ എന്തെങ്കിലും പോയി പറക്കിയെടുക്കുമ്പോൾ അത് അത്രയും സ്പെസിഫിക് ആവണമെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ ഓതൻറ്റിസിറ്റി ഓഫ് ദ പേഴ്സൺ, ഓതൻറ്റിസിറ്റി ഓഫ് ദ സൈറ്റ്, ഇത് രണ്ടും നമുക്ക് മറ്റ് മെക്കാനിസംസ് ചെക്കിംഗ് മെക്കാനിസംസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ സ്വയം അത് ഇതാക്കണം. ആധികാരികമായൊരു സൈറ്റ് എന്ന് ഇപ്പം WHO ലോഗോയും വെച്ച് WHO എന്ന് എഴുതിയിട്ട് താഴെ ആരെങ്കിലും എന്താ ഇപ്പോൾ ഫോട്ടോഷോപ്പിൽ കയറി ആർക്കാണ് എന്താണ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ അങ്ങനെ ഒരു സ്ലൈഡ് അല്ലെങ്കിൽ ഒരു ഇതായാൽ പോലും നമ്മൾ ഒരു റിലവൻ്റ് ആയ നമ്മളെ ബാധിക്കുന്ന അല്ലെങ്കിൽ വളരെ ഈ പറഞ്ഞ പോലെ ഇപ്പം പുതിയ പാൻഡമിക് വരുന്നു എന്നൊക്കെ കാണുമ്പോൾ നമ്മൾ ഉടൻ തന്നെ WHO ഒഫീഷ്യൽ സൈറ്റിൽ കയറിയിട്ട് അവരുടെ ന്യൂസ് നമ്മൾ നോക്കണം. അതല്ലാത്തടത്തോളം ഈ പറഞ്ഞ പോലെ നമ്മൾ ഇവിടുന്ന് ചൈനയിൽ വിളിച്ച് പറയണം അയ്യോ അവിടെ പാൻഡമിക് ഉണ്ട്, അപ്പോൾ അയ്യോ അങ്ങനെ ഒരു പ്രശ്നം ഞങ്ങൾ കാണുന്നില്ലോ എന്ന് പറയുന്നതിൻ്റെ ആ ഒരു വൈരുദ്ധ്യം നമ്മൾ ഓർത്ത് നോക്കുക. അപ്പോൾ അത് അത്രയ്ക്കും അപകടങ്ങളുടെ ചുഴിയിരിക്കുന്നത് പ്രത്യേകിച്ച് നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ ഒരു സ്പെസിഫിക് കണ്ടീഷനിൽ നമ്മൾ വെറുതെ ഗൂഗിൾ സെർച്ച് ചെയ്താൽ അതിൻ്റെ കുറേ കാര്യങ്ങൾ വരും. പക്ഷേ നമ്മളെന്ന വ്യക്തിയിലെ എന്തെല്ലാം കാരണങ്ങൾ കൊണ്ട് ആ ഒരു അവസ്ഥയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളത്, അതുകൊണ്ടാണ് ഒരു ഡോക്ടറായി നമ്മളെ ചികിത്സിക്കാനിരിക്കുന്നത്. അപ്പോൾ ഇത് മാത്രം നോക്കിയിട്ട് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുക അല്ലെങ്കിൽ വളരെ ഫാക്ച്വൽ അല്ലാത്ത ഒതൻറ്റിക് അല്ലാത്ത സെൻറ്ററുകളിൽ നിന്ന് ഇത്തരം ഇൻഫർമേഷൻസ് എടുക്കുന്നത് ഏറ്റവും അപകടകരമായിട്ട് മാറും. ചോദ്യം ചോദിച്ചോളൂ. അതായത് ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്ന് വാങ്ങാൻ പാടില്ല, ഒരു മെഡിക്കൽ ഷോപ്പുകാരൻ കൊടുക്കാനും പാടില്ല. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ പറയുന്ന വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്ന് പറയുന്ന മെസ്സേജസ് ആരാണോ പടച്ച് വിടുന്നത് അവർക്കെതിരെ കേസെടുക്കാൻ വകുപ്പുണ്ടോ? രണ്ടാമത് എൻ്റെ ചോദ്യം, ബാബ രാംദേവ്, ബാലകൃഷ്ണ, അവരുടെ പേര് സുപ്രീം കോടതി ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസ് പോയി, അവർക്കെതിരെ കോടതി പെനാൽറ്റി ഒക്കെ അടിച്ചു. പാലക്കാട് ഇപ്പോൾ റീസെൻ്റായിട്ടൊരു കേസുണ്ട്. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സർക്കാരുകൾക്ക് ഇത്തരത്തിലുള്ള അനീതികളെ അല്ലെങ്കിൽ നിരുത്തരവാദപരമായി ഇത്തരം കാര്യങ്ങൾ പടച്ചുവിടുന്ന സിസ്റ്റത്തിനെതിരെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുക അല്ലെങ്കിൽ അവരെ കുറ്റവാളികളാക്കാനുള്ള വകുപ്പുകളുണ്ടോ എന്തെങ്കിലും? പിന്നെ ഒരു സംശയം, ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റികൾ എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സിറ്റി അല്ലല്ലോ, എന്തുകൊണ്ടാണ് നമ്മുടെ ഈ വാട്സാപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞൊരു വിഷയം ഇവിടെ? അത് നമ്മുടെ തമാശക്ക് പറഞ്ഞതാണ് വാട്സാപ്പ് യൂണിവേഴ്സിറ്റി. ആ തമാശ കാര്യമായി വന്ന് ഇന്ത്യയിൽ രാജ്യത്തെ പാവപ്പെട്ടവർ അവരൊരു യൂണിവേഴ്സിറ്റിയാണെന്ന് തെറ്റിദ്ധരിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുമോ? നമ്മൾ ഉദ്ദേശിച്ചത് വാട്സാപ്പ് ഇപ്പോൾ ഒരു യൂണിവേഴ്സിറ്റി പോലെ ആയി വൈദ്യശാസ്ത്ര രംഗത്തെ എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അല്ല, കാരണം യൂണിവേഴ്സിറ്റികളാണല്ലോ ഏറ്റവും അറിവിൻ്റെ കേന്ദ്രമായി കാണുന്നത്. അപ്പോൾ വാട്സാപ്പിലെ ഇൻഫർമേഷൻ ഒരു അറിവിൻ്റെ കേന്ദ്രമായി വിശ്വസിക്കുന്ന ഒരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള രീതിയിൽ സർക്കാസ്റ്റിക് ആയിട്ടാണ് ആ ഒരു ടോപ്പിക് അങ്ങനെ ഇൻവേർട്ടർ കോമയിലാണ് താങ്കൾ പറഞ്ഞ ഈ പരസ്യങ്ങളുണ്ടല്ലോ, വ്യാജ പരസ്യങ്ങൾ വരുന്നതിന് ഇന്ത്യയിൽ അഡ്വർടൈസിംഗ് സ്റ്റാൻഡേർഡ് കൗൺസിൽ ഓഫ് ഇന്ത്യ ആസ്കി എന്നിട്ട് ഓർഗനൈസേഷൻ ഉണ്ട്. അവർ ചെക്ക് ചെയ്തിട്ട് മാത്രമേ ആയുഷ് അതുപോലത്തെ പരസ്യങ്ങൾ കൊടുക്കാൻ പാടുള്ള നിയമമുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇതിൽ ഇടപെടുന്ന ഒരു ഏജൻസി ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ട് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ കീഴിൽ, സാധാരണ ക്യാപ്സ്യൂളല്ല, രാഷ്ട്രീയക്കാർ വിടുന്ന ക്യാപ്സ്യൂളല്ല, ക്യാമ്പയിൻ എഗനിസ്റ്റ് പറഞ്ഞിട്ട് സംഘടന പല കേസുകളും കൊടുത്ത് പിൻവലിച്ചിട്ടുണ്ട്. ബാബ രാംദേവിൻ്റെ പതാഞ്ജലിയുടെ കേസ് 2022 തന്നെ സുപ്രീം കോടതി അത് നിരോധിച്ചാണ് പരസ്യങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ളത്. കാരണം ഹൈപ്പർ ടെൻഷനും ഇതൊക്കെ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാൽ കുഴപ്പമാണെന്ന് പറഞ്ഞിട്ടാണ് പരസ്യം കൊടുത്ത് പതാഞ്ജലി. 2022 ആ നിയമം വന്നിട്ട് 23 കേസ് കൊടുത്തിട്ട് 13ഓളം കേസ് കേരളത്തിലുണ്ട്.
വാമ്പാ രാംദേവ് സുപ്രീം കോടതി ഹാജരാകാത്തതിന് മാപ്പ് പറയിപ്പിച്ചല്ലാണ്ട് കേരളത്തിൽ വരാത്തതിന് കേസുകൾ വലിഞ്ഞ് നീണ്ടുപോവാണ്. ഇപ്പോൾ നിയമം വേണ്ട വിധത്തിൽ നടപ്പാക്കാത്ത പ്രശ്നമുണ്ട്. നിലവിൽ ആധികാരികമായിട്ട് നിയമങ്ങൾ ഇല്ല എന്നുള്ളതും സത്യമാണ്. അതൊരു ആവശ്യകതയാണെന്നുള്ളതും പൂർണ്ണമായും നമ്മളും സപ്പോർട്ട് ദാറ്റ് തോട്ട്. സാർ ജയേഷ് സാറിനോട് സാർ പറഞ്ഞ മദ്രാസ് IIT ഡയറക്ടർ പുള്ളി ഇപ്പോൾ ഒരു പ്രസ്താവന നടത്തിയല്ലോ, അതായത് കൗ-പി എന്ന് പറയുന്ന ആൻറ്റി ഫംഗലാണ്. സാറ് പറഞ്ഞ പോലെ ഗ്ലോബലായിട്ട് തന്നെ ക്രിട്ടിക്കൽ തിങ്കിങ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. സാർ US-ൻ്റെ കാര്യം പറഞ്ഞു, ഇനി 2 ജനറേഷൻ മാത്രമേ ഉള്ളൂ, ക്രിട്ടിക്കൽ തിങ്കിങ് അതിന് ശേഷം ഉണ്ടാവില്ല. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്രിട്ടിക്കൽ തിങ്കിങ് ഒരു IIT ഡയറക്ടർക്ക് ഇല്ലാതാവുന്നത്? അത് നമ്മൾക്ക് എനിക്കൊരു സ്ഥാനത്തിരിക്കണം, അപ്പോൾ ചില വിട്ടുവീഴ്ചകൾ വേണ്ടിവരും, അത്ര മാത്രമേ പറയാനുള്ളൂ. അധികാര സ്ഥാനത്തിരിക്കണ്ടെങ്കിൽ അത് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതല്ല. അതായത് ഒരു വാക്സിൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് എത്ര കാലം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ പ്രതിരോധ ശക്തി ഉണ്ടാക്കും? ഇപ്പോൾ ഒരു തെറ്റിദ്ധാരണ വരുന്നുണ്ട്, ഇപ്പോൾ നമ്മൾ ഇനി മുൻപ് എടുത്തൊരു വാക്സിൻ കുറച്ചുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന് ഹാനികരമായി വരുന്നാവുന്ന രീതിയിൽ പലപ്പോഴും ഇങ്ങനെ ആളുകൾ സംസാരിച്ച് വരുന്നുണ്ട്. സാർ, ഞാൻ സമയത്തിൻ്റെ കുറവ് കൊണ്ട് ഞാൻ സാറ് ചോദിച്ച ക്വസ്റ്റ്യൻ മനസ്സിലായി. നമ്മൾ വാക്സിനുകളുടെ കാര്യം, നമുക്ക് ഇപ്പോൾ ധാരാളം വാക്സിനുകൾ ലഭ്യമാണ്. എല്ലാ വാക്സിനുകളെയും നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ സാധിക്കില്ല. ചില വാക്സിനുകൾ ഒറ്റ ഷോട്ട് കൊണ്ട് തന്നെ നമുക്ക് ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി തരുന്ന വാക്സിനുകളുണ്ട്. എന്നാൽ ചില വാക്സിനുകൾ ബൂസ്റ്ററുകൾ ആവശ്യമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ DPT വാക്സിൻ, നമ്മൾ ട്രിപ്പിൾ ആൻറ്റിജൻ എന്ന് പറയുന്ന DPT വാക്സിൻ കുട്ടികൾക്ക് കൊടുക്കുന്നതാണ്. നമ്മൾ 6, 10, 14 ആഴ്ചകളിൽ കൊടുക്കുന്ന വാക്സിനാണ്. ഈ വാക്സിന് 1.5 വയസ്സിലും 4 വയസ്സിലും ഒക്കെ ബൂസ്റ്ററുകൾ ആവശ്യമാണ്. കാരണം ഇത് കുറച്ച് കഴിയുമ്പോഴേക്കും അതിൻ്റെ ഇമ്മ്യൂണിറ്റി കുറച്ച് വീൻ ഓഫ് ചെയ്യും. അതാണ് അതിൻ്റെ കാരണം. അതുപോലെ MMR വാക്സിൻ, ഇതും പറഞ്ഞ പോലെ തന്നെ നമ്മൾ 1 വയസ്സിൽ 9-ാം മാസം കൊടുക്കുന്നുണ്ട്, 1.5 വയസ്സിൽ കൊടുക്കുന്നുണ്ട്, 5 വയസ്സിൽ വീണ്ടും കൊടുക്കുന്നുണ്ട്. എന്നാൽ BCG വാക്സിൻ, ഇപ്പോൾ നമ്മൾ ജനിച്ച ഉടൻ കൊടുക്കുന്ന വാക്സിനാണ് BCG. അതിനൊക്കെ ഏകദേശം നമുക്കൊരു ലൈഫ് ലോങ് ഇമ്മ്യൂണിറ്റി. അപ്പോൾ ഓരോ വാക്സിനും ഓരോ രീതിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ മന്ത്രാലയം ഓരോ രാജ്യത്തിനും ഒരു വാക്സിൻ ഷെഡ്യൂൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതനുസരിച്ച് ഏതൊക്കെ വാക്സിനുകൾ ഏതൊക്കെ സമയത്ത് എപ്പോഴൊക്കെയാണ് നമ്മൾ ബൂസ്റ്ററുകൾ കൊടുക്കേണ്ടത് എന്നെല്ലാം കൃത്യമായി, ഇതൊക്കെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. ഓരോ വാക്സിനുകളും പഠനത്തിന് വിധേയമാക്കുകയാണ്. എത്ര കാലം അതിൻ്റെ ഇമ്മ്യൂണിറ്റി, അതിൻ്റെ ആൻറ്റിബോഡികൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകും. അത് ഓരോ വാക്സിന് ഓരോ സമയ കാലഘട്ടമാണ്. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ വാക്സിൻ ഷെഡ്യൂളുകൾ ഓരോ രാജ്യവും തീരുമാനിക്കുന്നത്. അതുപോലെ ഈ വാക്സിനായിട്ട് ബന്ധപ്പെട്ടുള്ള മിസ്ഇൻഫർമേഷൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിൾ ഉണ്ട്. ലാൻസെറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ആധികാരികമായിട്ടുള്ള മെഡിക്കൽ ജേർണലിൽ 1998 ഒരു പബ്ലിഷ്ഡ് ആർട്ടിക്കിൾ വന്നിരുന്നു. ഈ വാക്സിനേഷൻ, മീസിൽസ്, MMR ഒക്കെ വാക്സിനേഷൻ എടുക്കുന്നവർക്ക് ഓട്ടിസം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫൈൻഡിംഗ് ആയി വരികയും അത് അതിനുശേഷം ഒരുപാട് കോട്ട് ചെയ്യപ്പെടുകയും വാക്സിനുകൾക്കെതിരെയുള്ള ഒരു ക്യാമ്പയിനൊക്കെ ആയിട്ട് ഇത് ഉപയോഗിക്കപ്പെടുകയും ചെയ്തു. പിന്നെ 2010 ഈ ഫൈൻഡിംഗ്, ഈ എൻറ്റയർ സ്റ്റഡി വാസ് റീവിസിറ്റഡ് ആൻഡ് ദ പ്രൈമറി ഇൻവെസ്റ്റിഗേറ്റർ വാസ് സ്ട്രിപ്ഡ് ഔട്ട് ഓഫ് ഹിസ് ഡിഗ്രി. അദ്ദേഹത്തെ, കാരണം അത് പൂർണ്ണമായും വ്യാജമായി പഠിച്ചുണ്ടാക്കിയതാണെന്ന് പിന്നീട് അതാണ് അത് ഇപ്പോഴും പ്രചരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഈ ഒരു മിസ്ഇൻഫർമേഷൻ അല്ല, ഇത്തരത്തിലുള്ളതിൻ്റെ ഡാമേജ് അത്ര വലുതാണ്. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി തന്നെ ഔദ്യോഗികമായിട്ട് ആ രാജ്യം എടുത്തു കളഞ്ഞു. പക്ഷേ നമ്മുടെ നാട്ടിൽ ആ തെറ്റിദ്ധാരണ പടരുകയും നമ്മുടെ നാട്ടിലെ വാക്സിനേഷൻ്റെ ശതമാനം വളരെ കുത്തനെ താഴുകയും ഇന്ന് നമ്മൾക്ക് കേട്ടുകേൾവിയുള്ള പല രോഗങ്ങളും നമ്മുടെ ഇടയിലേക്ക് വീണ്ടും വരുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ സെഷൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് എല്ലാവർക്കും ശാസ്ത്രത്തിൻ്റെ വഴിയിലൂടെ മുന്നോട്ട് പോവാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു.